योऽन्तः प्रविश्य मम वाचमिमाम् प्रसुप्ताम् सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. ശ്രുതി ഉപനിഷത്ത് തന്നെ പറയുന്ന വഴി വൈരാഗ്യം, വിവേകം, ശമാധി, ഷഡ്കസമ്പത്തി, മുമുക്ഷുത്വം, ഇതൊക്കെ കൂടെ ചേർത്തി സാധനാചതുഷ്ടയ സമ്പത്തി എന്ന്. ആ സാധനാചതുഷ്ടയ സമ്പത്തിയോടുകൂടെ അഥാതോ ബ്രഹ്മജിജ്ഞാസ, ഇനിമേലാൽ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ബ്രഹ്മജിജ്ഞാസ ആവാം, ബ്രഹ്മവിചാരം ഗുരു ഉപസക്തി ആവാം. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഇതൊക്കെ ഇപ്പൊ ആർക്കുണ്ടാവും എങ്ങനെ അറിയും? നിശ്ചയം വരുമോ? അങ്ങനെ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഇരുന്നുള്ളൂ കേട്ടോ. ഇത് ഉണ്ടോ? യേശു സത്സ്വേവ സന്നിഷ്ഠ, ഇതുണ്ടെങ്കിലേ നല്ല ബ്രഹ്മനിഷ്ഠ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ ഇതൊക്കെ പൂർണ്ണമായിട്ട് വരുമോ എന്ന് ചോദിച്ചാൽ ആചാര്യസ്വാമി തന്നെ പറഞ്ഞു, മന്ദമധ്യമ അധികാരിയാണെങ്കിലും പ്രസാദേന ഗുരോഹോ സേയം പ്രവൃദ്ധാസൂയത്തെ ഫലം. മന്ദ അധികാരി, മധ്യമ അധികാരിയാണെങ്കിൽ പോലും ഗുരോഹോ പ്രസാദേന പ്രവൃദ്ധാസൂയത്തെ ഫലം. ആ ഒരു ഗുരുകൃപ കൊണ്ട്, സത്സംഗം കൊണ്ട് പതുക്കെ പതുക്കെ പരിപാകപ്പെട്ട് എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞോളും. പൂർണ്ണമായും ലക്ഷണങ്ങള് തികയുന്നത് ജ്ഞാനനിഷ്ഠ വരുമ്പോഴാണ്. പക്ഷേ വേദാന്ത ശ്രവണം ചെയ്യണം. നമ്മൾ ഭക്തി സാധന, ഉപാസന ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഭഗവാൻ അനുഗ്രഹിക്കുമ്പോൾ നല്ല സത്സംഗം കിട്ടും. ഭാഗവതത്തിൽ ഭഗവാൻ പറഞ്ഞു, ആരെങ്കിലുമൊക്കെ അനുഗ്രഹിക്കണമെങ്കിൽ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ സത്സംഗം കൊടുക്കും. അത് വലിയ നിധിയാണെന്നാണ്. ക്ഷണാർദ്ധോപി സത്സംഗ ശേവധിർ നൃണാം. ഒരു ക്ഷണാർദ്ധം എങ്കിലും സത്സംഗം കിട്ടിയാൽ അത് വലിയ നിധിയാണ്, ട്രഷറാണ്. അപ്പൊ ഭഗവത് കൃപ ഉണ്ടാവുമ്പോൾ സത്സംഗം ഉണ്ടാവും. സത്സംഗം നമുക്ക് പ്രയോജനപ്പെടണമല്ലോ, അല്ലേ? മഹാപുരുഷ ദർശനം ഉണ്ടായാലും 3 വിഷയം ദുർലഭമാണ്. ദുർലഭം ത്രയമേവൈതത് ദൈവാനുഗ്രഹഹേതുകം മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശ്രയ. മനുഷ്യത്വം, മനുഷ്യനായ പോരാ, വിവേകാണ് മനുഷ്യൻ എന്നുള്ളതിന് അർത്ഥം. വിവേകം ഉണ്ടാവാം. അതുപോലെ മുമുക്ഷുത്വം. മുമുക്ഷുത്വം എന്താണ് എന്ന് വെച്ചാൽ വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ പറഞ്ഞു, അഹങ്കാരാതി ദേഹാന്താൻ ബന്ധാൻ അജ്ഞാനകൽപ്പിതാൻ സ്വസ്വരൂപ അവബോധേന മോക്തും ഇച്ഛാ മുമുക്ഷുത. മുമുക്ഷുത്വം എന്താ? അഹങ്കാരം മുതൽ ശരീരം വരയ്ക്കും. അഹങ്കാര ആദി ദേഹ അന്തം. ഉള്ളിൽ നോക്കുമ്പോൾ ഏറ്റവും സൂക്ഷ്മ തലത്തിലുള്ളത് അഹങ്കാരം, ഏറ്റവും സ്ഥൂലം ശരീരം. ഇത് കഴിഞ്ഞാൽ പിന്നെ ലോകമായി, അല്ലേ? നമ്മളുടെ അനുഭവം അങ്ങനെയാണല്ലോ. ഉള്ളില് ഏറ്റവും സൂക്ഷ്മ അഭിമാനവൃത്തി, അത് കഴിയുമ്പോൾ സ്ഥൂലം ശരീരം. ഇത് ആണ് ഞാൻ എന്ന് ധരിച്ചിരിക്കുക. ലോകത്തിന്റെ കാര്യം പോട്ടെ, ഇത്രയും ചേർത്ത് നമ്മൾ ഉപാധി എന്ന് പറയണം. ഈ ഉപാധിയെ എന്നിൽ കയറ്റി വെച്ച് ഇതാണ് ഞാൻ ധരിച്ചിരിക്കുകയാണ്. ഇതിനെ ബന്ധാൻ അജ്ഞാനകൽപ്പിതാൻ, അജ്ഞാനം കൊണ്ടുള്ള ഈ കൽപ്പനയെ എങ്ങനെ നീക്കാൻ പറ്റും? നിഷേധിക്കാം. ഞാനിതല്ല. ശ്ലോകമൊക്കെ ഉണ്ടല്ലോ, അല്ലെ? മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നച ശ്രോത്ര ജിഹ്വേ നച ഘ്രാണനേത്രേം നച വ്യോമ ഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഇതൊക്കെ നിഷേധിക്കാം. നിഷേധിച്ച് അറിയണത് ഒരു വശം, സ്വസ്വരൂപ അവബോധേന. ഭഗവത്പാദർ പറഞ്ഞു, സ്വസ്വരൂപ അവബോധം ഉണ്ടാവുമ്പോഴേ വാസ്തവത്തില് ഇതെന്ന് നിവൃത്തിയുള്ളൂ. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് പോകും. അതുപോലെ ആത്മജ്ഞാനം ഉണ്ടാവുമ്പോ സ്വരൂപത്തില്
ഈ ബന്ധമൊന്നുമില്ല, നമ്മൾ നിത്യമുക്തന്മാരാണ് എന്നുള്ള സാക്ഷാത് അനുഭവം. അപ്പൊ നിശ്ചയായി. അങ്ങനെ ഉണ്ടാവാനായിട്ട് ഉള്ള ഔത്സുക്യം, ആ വ്യാകുലത, അതിനാണ് മുമുക്ഷുത്വം എന്ന് പറഞ്ഞ് അതിനെന്ത് വേണം? നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ലൗകിക വിഷയങ്ങളൊക്കെ തന്നെ നശ്വരമാണെന്നും സമയം കൊല്ലികളാണെന്നും ഒക്കെ അറിഞ്ഞു. വ്യർത്ഥമായിട്ട് സമയം കളയരുതെന്ന് തീരുമാനിച്ചു. എന്നിട്ട് സദ്ഗുരുവിനെ അന്വേഷിച്ച് പോയി. ഇതൊക്കെ നമ്മൾ അന്വേഷിച്ചെന്നൊക്കെ പറയണു. ഈശ്വര കൃപ, നമുക്ക് ഉള്ളിൽ പക്വത വന്നാൽ വെളിയിൽ ഗുരു വരും, വരാതിരിക്കാനേ പറ്റില്ല. ഉള്ളിൽ പക്വമായാൽ വെളിയിൽ സദ്ഗുരു ദർശനം ഉണ്ടാവും. ഏതെങ്കിലും ഉപായേന ഈശ്വര ശക്തി അത് നടത്തിക്കും. എന്താന്ന് വെച്ചാൽ ഈശ്വരോ ഗുരുഹു ആത്മേതി മൂർത്തിഭേദ വിഭാഗിനെ, മൂന്നും ഒന്ന് തന്നെയാണ്. അദ്വയമായ തത്വം ഒരിടത്ത് ജീവനായിട്ടും പുറത്ത് ഈശ്വരനായിട്ടും ഗുരുവായിട്ടും ഒക്കെ തോന്നുന്നു. വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. അപ്പോ ഉള്ളില് ആ പക്വം വരുമ്പോ നമുക്ക് ശാന്തി വേണം, നിവൃത്തി വേണം, നിർവൃത്തി വേണം എന്ന് വാസ്തവത്തിൽ തോന്നുകയാണെങ്കിൽ, സാധാരണ ഈ ആയുർവേദക്കാർ തന്നെ പറയും, ഒരു രോഗം വരുമ്പോ തന്നെ മരുന്ന് അവിടെ ഉണ്ടാവുന്നതാണ്. തോട്ടത്തില് തൊടിയിൽ പോയി നോക്കിയാൽ മരുന്നുണ്ടാവണം. അതേപോലെയാണ് ഇവിടെ ഈശ്വരൻ എല്ലാം വെച്ചിരിക്കുന്നത്. മുമുക്ഷുത്വം വന്നാൽ മുക്തിക്ക് തക്കൊരു ഉപദേശം നൽകൂ. അതിന് വേണ്ട ആളിവിടെ ഉണ്ടാവും. അത് നടക്കും. നടന്നിട്ടില്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലാണ് എന്തോ കുഴപ്പം. എനിക്ക് ഗുരു കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മുമുക്ഷുത്വം വന്നിട്ടില്ല. മുമുക്ഷുത്വം ഉണ്ടെങ്കിൽ ഗുരു വരാതിരിക്കാനേ ഒക്കില്ല. വാസ്തവത്തിൽ വിവേകം ഉണ്ടെങ്കിൽ ഈ ജഗത്ത് നശ്വരമാണ് എന്നറിയുമെങ്കിൽ ശാശ്വതമായ സത്യത്തിനെ അറിയാനുള്ള വേമ്പലുള്ളിലുണ്ടെങ്കിൽ ഗുരു വരും. അങ്ങനെ വരുമ്പോ കഴിഞ്ഞ ശ്ലോകം പറഞ്ഞു, ശശ്വൻ നശ്വരമേവ വിശ്വമഖിലം നിശ്ചിത്യ, നല്ലവണ്ണം നിശ്ചയിച്ചു. എന്നിട്ട് ഗുരോഹോ വാച, വാചാ ഗുരോഹോ, ഗുരുവിന്റെ അടുത്ത് ചെന്നിരുന്ന് ആ വാക്ക് ശ്രവണം ചെയ്തു. നിശ്ചിത്യവാചാ ഗുരോഹോ, ആ ബ്രഹ്മവിചാരം, വേദാന്ത ഉപദേശം, ആത്മതത്വം കേട്ടു. നിശ്ചിത്യവാചാ ഗുരോഹോ, അത് ഒരു പ്രാവശ്യം കേട്ടാൽ പോരെ എന്ന് വെച്ചാൽ ബ്രഹ്മസൂത്ര ഭാഷ്യത്തില് ഒരു സൂത്രം, ആവർത്തി രസകൃതുപദേശാത്, ഒരു സൂത്രമാണ്. ചില മരുന്നൊക്കെ ഉണ്ടല്ലോ ആവർത്തിക്കുക എന്ന് പറയൂലേ, ആയുർവേദം ആവർത്തി, 101 ആവർത്തി എന്നൊക്കെ പറയും. ഇതിലും ആവർത്തി എന്നാണ് സൂത്രം. എന്താന്ന് വെച്ചാൽ ഉപനിഷത്ത് തന്നെ പലവട്ടം ഈ ബ്രഹ്മവിദ്യയെ പറയുന്നത് കൊണ്ട് ആവർത്തിച്ച് കേൾക്കണം. അസകൃതുപദേശാത്, സകൃത് എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം, അസകൃത് എന്ന് വെച്ചാൽ പലവട്ടം ഉപദേശിക്കുന്നു. അപ്പോ അവിടെ ഭഗവത്പാദർ ഒരു കാര്യം ചോദിച്ച് ഉത്തരം പറയണ്ട. ഒരു പ്രാവശ്യം കേട്ടാ പറയും. മൂക്കത്ത് കണ്ണട വെച്ചിട്ടുണ്ട്, കണ്ണട കാണാനില്ല തെരഞ്ഞു, ഇതാ ഉണ്ട് എന്ന് പറഞ്ഞാൽ അറിഞ്ഞു. ഇതേപോലെ തത്വമറിയാതെ വട്ടം കറങ്ങി ഗുരു പറഞ്ഞു തത്വമസി, കഴിഞ്ഞു. രമണ മഹർഷി അങ്ങനെ പറയണ്ട്, ആഹസ്ഫുടം തത്വമസീതി വേദ തഥാപി അസംപ്രാപ്യ പരാത്മനിഷ്ഠം ഭൂയോ വിചാര മതി ദുർബലത്വം സർവദാ സ്വാത്മതയാ ഹി ഭാതി. വേദം തത്വമസി എന്ന് പറഞ്ഞു, അപ്പൊ തന്നെ അതിലിരിക്കണമെന്നാണ്, സാക്ഷാത്കാരം വരണം. അങ്ങനെ വരാതെ വീണ്ടും വിചാരം ചെയ്യുന്നത് പോലും ശ്രദ്ധയില്ലായ്മയാണെന്ന് തോന്നുന്നു, മതിക്ക് ബലം പോരായ്മയാണെന്ന് തോന്നുന്നു. അത്രയ്ക്ക് പക്വമുള്ള ആളുകൾ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഉണ്ടാവാം. ആചാര്യസ്വാമികൾ പറയണത് അങ്ങനെയുള്ളവരുണ്ടാവാം, മഹാപ്രഭാവശാലികള് ഇല്ലാന്ന് പറയാൻ ഒക്കില്ല. എവിടെയൊക്കെ ഉണ്ടാവും. ചിലപ്പോ അവർക്ക് ഒരു പ്രാവശ്യമൊക്കെ കേട്ടാ മതി, ഗുരുമുഖത്തിൽ നിന്നും ഒരു വാക്ക് കേട്ടാ മതി, അവര് ജ്ഞാനികളായിട്ട് തീരും, സാക്ഷാത്കൃതാത്മാക്കളായിട്ട് തീരും. പക്ഷെ അങ്ങനെയുള്ളവര് വളരെ വിരളാണ്.
അങ്ങനെയുള്ളവർ വളരെ അപൂർവമാണ്. സാധാരണ നമുക്കൊക്കെ തന്നെ ചെത്തി പോണം. കേൾക്കുമ്പോ തോന്നും, ഇറങ്ങി പോകുമ്പോ പലരും പറയും, കേൾക്കുമ്പോ നല്ല തെളിച്ചം കേട്ടോ, ഇവിടുന്ന് പുറത്തു പോയാ ഒന്നും കാണാനില്ല എന്ന് പറയും. എന്താന്ന് വെച്ചാ ഉള്ളിൽ പഴയത് കുറെ ബാക്കിയുണ്ടേ, ആ ഫയലൊക്കെ പിന്നെയും മേലെ വരും. അപ്പോ പിന്നെയും കേൾക്കാം. ആവർത്തി രസകൃതുപദേശ, കുറേ കാലം ശ്രവണ മനന നിധിധ്യാസനം കൊണ്ട് ദീർഘകാല നിരന്തര സത്കാര ആസേവിതോ ദൃഢഭൂമി എന്നൊരു യോഗസൂത്രമുണ്ട്. ദീർഘകാലം നിരന്തരം ഭക്തിപൂർവം അത് ശ്രവണ മനന നിധിധ്യാസനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോ പതുക്കെ കേട്ട് ഉള്ളില് അങ്ങനെ ഊറി അനുസന്ധാനം ചെയ്ത് നിഷ്ഠ ഉണ്ടാവും. അതാണ് പറഞ്ഞ് നിത്യം ബ്രഹ്മ നിരന്തരം വിമർശത. അനിത്യമായ വസ്തുവിൽ ചിത്തം പോയിക്കൊണ്ടേയിരിക്കുന്നു. നിത്യമായിട്ടുള്ളത് സാക്ഷി മാത്രമായി അധിഷ്ഠാനമായിട്ടുള്ള വസ്തുവിനെ നിരന്തരം വിമർശത, ഇടവിടാതെ വിമർശനം ചെയ്യും. അതിനാണ് ശരിക്കും സന്യാസം എന്ന് പറയുമ്പോ എന്താ, ഇനി എനിക്ക് ഒരു പണിയില്ല, മറ്റു കാര്യം സന്യസ്യ ശ്രവണം കുര്യാത് എന്നാണ് വിധി. സന്യാസത്തിന് ശേഷം ശ്രവണം. എന്താ അങ്ങനെ പറയാൻ കാരണം? സന്യാസികളല്ലാത്തവര് ശ്രവിക്കാൻ പാടില്ലേ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. ഗൃഹസ്ഥാശ്രമത്തിലും ബ്രഹ്മനിഷ്ഠന്മാരുണ്ടായിട്ടില്ലേ, ജ്ഞാനികൾ ഉണ്ടായിട്ടില്ലേ, രാജാക്കന്മാരുണ്ടായിട്ടില്ലേ എന്നൊക്കെ നമുക്ക് ചോദ്യം വരും. അതൊക്കെ ശരിയാണ്. അത്രയൊക്കെ തിരക്കിന്റെ ഇടയിലും ബഹളത്തിന്റെ ഇടയിലും കാമ്യകർമ്മങ്ങൾക്ക് നടുവിലും അതിലൊന്നും പെട്ടുപോവാതെ ജ്ഞാനവിചാരം ചെയ്ത് ബ്രഹ്മനിഷ്ഠ ഉണ്ടാവുക എന്ന് പറയണത് മുമ്പ് പറഞ്ഞ പോലെയുള്ള ആളുകളാണ്. ഒരു പ്രാവശ്യം കേട്ടാ വന്നു എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ചില മഹാപ്രഭാവശാലികള് ഉണ്ടാവാം. പക്ഷെ പൊതുവെ പറഞ്ഞത് നമ്മൾക്ക് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ, ഇനി ഒരു കാമ്യകർമ്മങ്ങളിലും പെട്ടുപോവാതെ, ഒന്നിനു പുറകിലും ഓടാതെ, പേരും പ്രസിദ്ധിയും പണവും ഒന്നിന്റെ പുറകിലും ഓടാതെ ഭഗവാൻ മാത്രം, അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം എന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞ പോലെ നിശ്ചയിക്കാം. ആ നിശ്ചയമാണ് സന്യാസം, ആ യതിധർമ്മം. ഭഗവത് പാദർ അതിന് വളരെ ബലം കൊടുക്കുന്നുണ്ട്. ആ യതിധർമ്മത്തിൽ നിഷ്ഠയോടുകൂടെ വേദാന്ത ശ്രവണം ചെയ്യൂ എന്ന് പറഞ്ഞു. ഇനിയിപ്പോ സന്യാസം എടുക്കാൻ നമുക്കിപ്പോ പോയി സന്യാസം എടുക്കണോ, നമുക്ക് അധികാരമുണ്ടോ എന്നൊക്കെ ചോദിച്ച പല കാര്യങ്ങൾ. ആ ഒരു ഭാവം ഗീതയില് സന്യാസയോഗം എന്ന് പറഞ്ഞു. ആ സന്യാസയോഗം പറഞ്ഞ കൃഷ്ണന് സന്യാസിയല്ല, എഴുതിയ വ്യാസനും നമ്മളുടെ ഭാഷയിൽ സന്യാസിയല്ല, ഋഷിയാണ്. കേട്ട അർജുനന് സന്യാസിയല്ല. ഇതൊക്കെ പലരുടെയും വാദഗതികളാണ്. അപ്പോ അങ്ങനെ നോക്കുമ്പോ സന്യാസം എന്താ? ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാത്ത സ്ഥിതി. എനിക്ക് മനസ്സ് എവിടെയും പോകുന്നില്ല, യാതൊന്നിലേക്കും പോകുന്നില്ല, ആത്മധ്യാനത്തിന് തയ്യാറാണ്, സദാ ആത്മധ്യാന നിരതനായിട്ടിരിക്കുക മാത്രമാണ് എന്റെ വ്രതം എന്നെടുത്താൽ അത് സന്യാസയോഗം. ശശ്വൻ അത് എപ്പോഴെങ്കിലുമൊക്കെ വേണമെന്നാണ് പൊതുവെ സാധാരണ ആളുകൾക്ക് പറയണത്. ബ്രഹ്മചര്യാത് ഗൃഹീഭവേത്, ഗൃഹീഭൂത്വ അതൊക്കെ കഴിഞ്ഞു, വനീഭവേത്, വനീഭൂത്വ പ്രവ്രജേത്, പടിയായിട്ട് പറഞ്ഞു. അല്ല യോഗ്യതയുണ്ടോ? അഥവാ ബ്രഹ്മചര്യാദേവ ഗൃഹാദ്വ വനാദ്വ എന്ന് പറഞ്ഞു. അത്രയ്ക്ക് യോഗ്യതയുണ്ടെങ്കിൽ ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരിട്ട്, അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് നേരിട്ട്, അല്ലെങ്കിൽ വാനപ്രസ്ഥത്തിൽ നിന്ന് എവിടെയാണെങ്കിലും ആത്മവിചാരം ചെയ്യാനായിട്ട്, ആത്മധ്യാനം ചെയ്യാനായിട്ട് തയ്യാറായിക്കൊള്ളണം. തലയ്ക്ക് തീപിടിച്ച ആള് വെള്ളം അന്വേഷിക്കാൻ വെയിറ്റ് ചെയ്യോ? തലയ്ക്ക് തീ പിടിച്ചോ എന്ന് വെച്ചാൽ സത്സംഗം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയിട്ട് ജലം അന്വേഷിച്ചോളാന്ന് പറഞ്ഞാൽ നടക്കുവോ? പ്രദീപ്തശിരഃ ജലരാശിമിവ സമിത്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം ഉപഗച്ഛേത്. തലയ്ക്ക് തീ പിടിച്ചാൽ എങ്ങനെ വെള്ളം അന്വേഷിച്ചു പോവോ അതുപോലെ ഈ സംസാരമെന്ന് പറയണത്, ഈ ദുഃഖം അത് മുമ്പിൽ കണ്ടു, അതിലുള്ള വിഷമങ്ങൾ കണ്ടു, അതിലുള്ള പ്രശ്നങ്ങൾ കണ്ടു. എനിക്ക് വയ്യ, എപ്പോ വേണമെങ്കിൽ മരിച്ചു പോവും, മരണം മുമ്പിലുണ്ട്, അതുകൊണ്ട് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, എനിക്ക് ശാന്തി വേണം, ആ
നിവൃത്തി വേണം എന്ന് നിശ്ചയിച്ച ആളെ മുമുക്ഷു എന്ന് പറഞ്ഞു. അങ്ങനെ നിശ്ചയിച്ചാൽ നിത്യം ബ്രഹ്മനിരന്തരം. അപ്പൊ മനസ്സിന് ഡിസ്ട്രാക്ഷൻ ഒന്നുമില്ല, വ്യവസായാത്മിക ബുദ്ധി വന്നു. എന്നിട്ട് സദ്ഗുരു സന്നിധിയിലിരുന്നു, വിചാരം ചെയ്തു, ശ്രവണം ചെയ്തു, ഉറപ്പിച്ചു. സംശയം വരുമ്പോ ചോദിച്ചു. വേദാന്തത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് സംശയം ചോദിക്കണമെങ്കിൽ തന്നെ കുറെ കാലം പിടിക്കും. ശങ്കരാചാര്യരുടെ ജീവചരിത്രത്തില് നിങ്ങളിപ്പോ ആത്മതീർത്ഥം വായിച്ചാൽ അതിൽ തന്നെ ഉണ്ട് ഒരു ക്ഷപണകൻ എന്ന് വെച്ചാൽ ഒരു ജൈനഭിക്ഷു. ജൈനഭിക്ഷു കർണാടകത്തിൽ എവിടെയോ ആചാര്യസ്വാമിയെ കണ്ട് വാദിക്കാനായിട്ട് വരും. എന്റെ വാദം ഇതാണ്, അദ്വൈതമതം എനിക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ് കാലത്തിനെക്കുറിച്ചൊരു തത്വമൊക്കെ പറഞ്ഞുകൊണ്ട് വരും. എന്നോട് വാദിക്കണം. അപ്പൊ ശങ്കരാചാര്യര് അയാളോട് പറഞ്ഞു, അയാൾ വിരക്തനാണ്, വൈരാഗ്യാണ്, തത്വനിശ്ചയം ശരിയല്ല, അത്രയേ ഉള്ളൂ. അപ്പൊ അയാൾക്ക് ഉപദേശിക്കാനൊന്നും നിന്നില്ല. അയാളോട് പറഞ്ഞു, എനിക്കിപ്പോ ഇത്തിരി തിരക്കുണ്ട്, എന്റെ കൂടെ അങ്ങോട്ട് കൂടിക്കൊള്ള, സമയം വരുമ്പോ നമ്മള് വർത്തമാനം പറയാം എന്നുണ്ട്. അയാൾ പക്വയായതുകൊണ്ട് ശരി എന്ന് പറഞ്ഞു, കൂടെ നിന്നു. കുറച്ചു കാലം അങ്ങനെ പോയി, നടന്നു, ആചാര്യസ്വാമിയെ കണ്ടു, മറ്റുള്ളവരോട് പറയണതൊക്കെ കേട്ടു, കൂടെ ഇരുന്ന് ആ അദ്വൈതം എന്താണെന്നും വേദാന്തം എന്താണെന്നൊക്കെ ഒത്തിരി വിചാരിച്ച് ചിന്തിച്ചു. പതുക്കെ പതുക്കെ നിശ്ചയായി. കാശിയിലെത്തുന്നവരെ കൂടെ ഉണ്ട് കുറെ മാസങ്ങൾ. കാശിയിലെത്തിയിട്ട് ഒരു ദിവസം അദ്ദേഹത്തിനെ വിളിച്ചിട്ട്, സമയൻ എന്നാണ് അയാളുടെ പേര്, അയാളെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തോ ചോദിക്കണം എന്ന് പറഞ്ഞല്ലോ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. അദ്ദേഹം കണ്ണീരോടുകൂടെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ചോദിക്കണമെങ്കിൽ ഒരു 6 മാസം മുമ്പ് ചോദിക്കണമായിരുന്നു, ഇനി ചോദിക്കാൻ പറ്റില്ല, ഇനി ചോദിക്കാൻ എനിക്ക് ഒന്നുമില്ല, കൂടെ ഉണ്ടായിരുന്നു, ശ്രവണം ചെയ്തു, ഇനി ഒരു സംശയവുമില്ല, മനസ്സ് ശാന്തമായിരിക്കണോ, അനുഗ്രഹിച്ചാ മതി, ഇനി ചോദിക്കാനോ അറിയാനോ ഒന്നുമില്ലാന്നോ. അപ്പോ ഇതാണ് ഗുരുപശക്തി അല്ലെ. എങ്ങനെ കൂടെ പതുക്കെ പതുക്കെ ആ തത്വനിശ്ചയം വരുന്നവരെ ഇരിക്കാം, സംശയങ്ങളൊക്കെ നിവൃത്തിയാകുന്നവരെ അങ്ങനെ ഇരിക്കാം. ഇങ്ങനെ ശശ്വൻ നശ്വരമേവ വിശ്വമഖിലം നിശ്ചിത്യ വാചാ ഗുരോഹ് നിത്യം ബ്രഹ്മനിരന്തരം വിമർശത. സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോഴും സമയം നോക്കി സന്ദർഭം നോക്കി എന്താണ് ചോദിക്കേണ്ടതെന്ന് അറിഞ്ഞ് നിവൃത്തിപരമായിട്ട് ചോദിക്കണം. അല്ലെങ്കിൽ ചോദിക്കാനൊന്നുമില്ല, അറിഞ്ഞാൽ മതി. നിവൃത്തിപരമായിട്ട് ചിത്തത്തിനെ എങ്ങനെ സംയമനം ചെയ്യാം, എങ്ങനെ ആത്മധ്യാനത്തിൽ ഇരുത്താം, നമ്മൾ എന്ത് യത്നിച്ചു നോക്കിയിട്ടുണ്ട്, ഇതൊക്കെ വന്നു കഴിയുമ്പോഴേ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. അല്ലാതെ വെറുതെ പോയിട്ട് ഒരു മഹാപുരുഷന്റെ അടുത്ത്, ഒരു ബ്രഹ്മനിഷ്ഠന്റെ അടുത്ത് പോയി അദ്ദേഹത്തിന്റെ സമാഹിത സ്ഥിതിക്ക് ദ്രോഹം ചെയ്യുന്ന വിധത്തിൽ പോയി മുമ്പിലിരുന്ന് ചോദ്യം ചോദിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അതിന് വിധി എന്ന് പറഞ്ഞത്. വിധിയോടുകൂടെ എന്താ വിധി? ഗുരുപസക്തിക്ക് എന്താ വിധി? വിധി ഇത്രയേ ഉള്ളൂ, മഹാപുരുഷന്മാരുടെ ബ്രഹ്മനിഷ്ഠയ്ക്ക് നമ്മൾ പോയി ദ്രോഹം ചെയ്യാൻ പാടില്ല. അവിടെ ചെന്ന് ചോദ്യം ചോദിക്കാൻ പോകണമെന്ന് പറഞ്ഞ് വേണ്ടാത്തരം ചെയ്യരുത്. അതുകൊണ്ട് സമയം നോക്കി സന്ദർഭം നോക്കി നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധന ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ മനനം ചെയ്തിട്ടുണ്ടെങ്കിൽ, തത്വവിചാരം ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിലേ സംശയത്തിന് പ്രസക്തിയുള്ളൂ. ഇല്ലെങ്കിൽ ആ സംശയത്തിന് തന്നെ പ്രസക്തിയില്ല, ആ സംശയം ചോദിക്കാൻ തന്നെ പ്രസക്തിയില്ല. അപ്പൊ അങ്ങനെ ചോദിച്ച് വിചാരം ചെയ്ത് നിശ്ചയം വരെയാണ്. നിർവ്യാജ ശാന്താത്മന. അപ്പോഴാണ് മനസ്സിൽ പതുക്കെ വാസനാക്ഷയമൊക്കെ വന്ന് ചിത്തം വാസ്തവത്തിലുള്ള ശാന്തി, സമാഹിത സ്ഥിതി അനുഭവിക്കും. ഭൂതം ഭാവിച്ച ദുഷ്കൃതം പ്രദഹത സംവിന്മയേ പാവകേ പ്രാരബ്ധായ സമർപ്പിതം സ്വവപുഹു ഇത്യേഷാ മനീഷാ മമ. ഈ ശ്ലോകം 3ാമത്തെ മഹാവാക്യം തത്വമസി എന്ന ഛാന്തോഗ്യോപനിഷത്ത് മഹാവാക്യം, സാമവേദാന്തർഗതമായ മഹാവാക്യത്തിനെ പറയുന്നതാണ്. അത് ത്വം പദം കൊണ്ട് അറിയപ്പെടുന്ന വസ്തു നമ്മളുടെ ഉള്ളില് ജീവനായിട്ട് ഇരിപ്പുണ്ട്. നമ്മള് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പറഞ്ഞു. അത് തത്പദമായിട്ടുള്ള വസ്തു ഉപനിഷത് വേദ്യമായിട്ടുള്ളതാണ് ബ്രഹ്മം. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ.
ബ്രഹ്മം എന്താണ്? സത്യമാണ്, ജ്ഞാനമാണ്, അനന്തമാണ്, ആനന്ദമാണ് എന്നൊക്കെ പറഞ്ഞു. അതിപ്പോ നമുക്കറിയില്ല. നമുക്കറിയുന്നത് ത്വംപദമാണ്. ഞാൻ എന്ന് പറയുന്നത് ഈ ജീവൻ എല്ലാവർക്കും അറിയാം. ജീവൻ എന്ന് നമ്മൾ ധരിച്ചിരിക്കുന്ന ഈ പ്രതിഭാസം, ചിദാഭാസൻ എന്നൊക്കെ പറയണത് എല്ലാവർക്കും അറിയണ കാര്യമാണ്. അതിനെ ശോധനം ചെയ്യാം എന്നുവെച്ചാൽ അതിനെ വിചാരം ചെയ്യാം. അതിന്റെ സ്വരൂപം എന്താണെന്ന് ചകഞ്ഞു നോക്കി. അത് ശരീരാണോ അല്ല, മനസ്സാണോ അല്ല, ബുദ്ധിയാണോ അല്ല, ഇതൊക്കെ പരിണമിക്കുമ്പോഴും അത് മാറാതെ ഉള്ളിൽ നിൽക്കുന്നു. നമുക്ക് അനുഭവമുണ്ട്. ബാല്യത്തിലുള്ള ആള് കൗമാരത്തിലില്ല, കൗമാരത്തിലുള്ള ആള് വാർദ്ധക്യത്തിലില്ല. ഇതൊക്കെ മാറുമ്പോഴും ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഒക്കെ അനുഭവിക്കുന്ന ബോധം ഒന്ന് തന്നെ, അതിന് മാറ്റമേ ഇല്ല. ഞാൻ എന്ന് പറയുന്ന അനുഭവം മാത്രം ഒരു ചേഞ്ച്ലെസ് പ്രിൻസിപ്പിൾ ഇതിന്റെ പുറകില് ഇരുന്നു കൊണ്ടേയിരിക്കണം. നമ്മളുടെ അനുഭവമാണത്. അല്ലെങ്കിൽ നമ്മൾ കുറെ കഴിഞ്ഞാൽ ആള് മാറിപ്പോണം അല്ലേ? കുട്ടിക്കാലത്തുള്ള ആളല്ല. സയന്റിഫിക്കായിട്ട് നിങ്ങൾക്ക് ഇതിന് ഉത്തരമേ കിട്ടില്ല. മെഡിക്കൽ സയൻസിന്റെ അടുത്ത് പോയി ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഉത്തരം കിട്ടാൻ പാടില്ല. ക്ഷണിക വിജ്ഞാനവാദത്തിലേ പോയി എത്തുള്ളൂ. എന്താന്ന് വെച്ചാൽ അവരെന്തു പറയും? ആരാഞ്ഞു നോക്കിയാൽ ഒരു 30 വർഷം മുമ്പുള്ള ശരീരത്തിന്റെ കണക്കൊക്കെ എടുത്തു വെച്ചു. സെൽസിന്റെ നേച്ചർ, അത് ഇന്ന സെല്ലുണ്ട് ഒക്കെ എടുത്തു വെച്ചു. എന്നിട്ട് 30 വർഷം കഴിഞ്ഞ് ആ ശരീരം പരീക്ഷിച്ചു നോക്കുമ്പോൾ ആ ആളെ ഇല്ല. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരില്ല. ആ ആളാണോ ഇപ്പോ ഒന്ന് നോക്കിയാൽ ആ കോശം ഒന്നുപോലും ബാക്കിയില്ല. അപ്പോ ആ ശരീരമേ ഇപ്പൊ ഇല്ല, ശരീരമേ മാറിപ്പോയി. എന്നുവെച്ചാൽ മരണം എത്രയോ പ്രാവശ്യം സംഭവിച്ചു പോയിരിക്കണു. നമ്മൾ സമ്മതിക്കുമോ? അപ്പോൾ ഉള്ള ആളൊന്നുമല്ല ഇപ്പൊ എന്ന് പറഞ്ഞാ നമ്മൾ സമ്മതിക്കില്ല. എന്താ? ഞാൻ അതേ ആളാണെന്നുള്ള അനുഭവം നമുക്കുണ്ട്. ശരീരം മാറിയതൊന്നും നമ്മൾ കണക്കാക്കണില്ല അല്ലേ? അപ്പോ ശരീരവ്യതിരിക്തമായ അസ്തിത്വം, നിലനിൽപ്പ് നമ്മളുടെ അനുഭവമാണ്. അനുഭവം എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വരൂപമാണ്. ബാക്കിയൊക്കെ പ്രതീതിയാണ്. നിങ്ങളെയൊക്കെ ഞാൻ കാണുന്ന അനുഭവമല്ല. അത് ഇന്ദ്രിയവേദ്യം, പ്രതീതിയാണ്. കണ്ണടച്ചാൽ കാണില്ല. പക്ഷെ ഞാനുണ്ട് എന്ന് പറയുന്നത് എനിക്ക് അടയ്ക്കാനൊന്നും പറ്റില്ല. അത് എപ്പോഴും അനുഭവസ്വരൂപമാണ്. അനുഭവം എന്ന് പറയുന്നത് ബ്രഹ്മസ്വരൂപമാണ്. അനുഭവം എന്ന് പറയുന്നത് ചൈതന്യത്തിന്റെ സ്വരൂപമാണ്. ബാക്കിയെല്ലാം തോട്ട്സാണ്. നിങ്ങൾ ബാക്കി എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, ഒക്കെ ചിത്തവൃത്തികളാണ്. ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം, അത് മാത്രം അനുഭവം. ഒരു ഇരുട്ട് മുറിയാക്കിയാൽ നല്ലവണ്ണം അറിയണു ഞാനുണ്ട്. ഇരുളിൽ ഇരിപ്പവൻ ആര് ചൊൽക നീ എന്നൊരുവൻ ഉരപ്പതു കേട്ടു താനുമേവം. നീയും ആര് എന്ന് അങ്ങോട്ട് ചോദിച്ചു. അത്ര ചോദിച്ചപ്പോ അതിന് പ്രതിവാക്യമേകമാകും. അഹം അഹമെന്ന് അരുളുവതൊക്കെ ആരായുകിൽ അകമേ പലതല്ല അത് ഏകമാകും. അകലും അഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു. അഹം അഹമെന്ന് ഉള്ളിലിങ്ങനെ സ്ഫുരിക്കുന്നത് എന്താണ് എന്ന് നോക്കുമ്പോ അഹങ്കാരം അകലും. അഹങ്കാരം ആരായുമ്പോ ഉള്ളി തോല് പൊളിക്കുന്ന പോലെ പോയി പോകും, പിടികിട്ടില്ല. പിന്നെ അവിടെ എന്ത് ബാക്കിയുണ്ട്? അഹം പൊരുളും തുടർന്നിടുന്നു. ശുദ്ധ ചൈതന്യം, ബോധം, അത് ഉള്ളില് ആത്മസ്വരൂപമായിട്ട് പ്രകാശിക്കണം. അത് നമ്മളില് ആ ചിദ്വസ്തു, ചിത്ത് എന്ന് പറയണമല്ലോ, ആ ചിത്ത് ഉള്ളില് അഹമഹമെന്ന് നമ്മളുടെ ഉള്ളിൽ പ്രകാശിക്കുന്നത് കണ്ടാൽ എല്ലാവരുടെ ഉള്ളിലും അത് കാണും. ഒരു ഉറുമ്പിന്റെ ഉള്ളില്, ഒരു ചെറിയ പുഴുവിന്റെ ഉള്ളില്, ബ്രഹ്മാദി ദേവന്മാരുടെ ഉള്ളില്, എല്ലാ സ്ഥലത്തും അത് കാണും. അപ്പോഴാണ് എല്ലാത്തിന്റെ ഉള്ളിലും ആത്മദർശനം എന്ന് പറയണത്. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിചൈവ ശ്രുപാകേച പണ്ഡിതാഹ സമദർശന. സമദർശിത്വം എങ്ങനെ ശരീരത്തിൽ വരും? ഉള്ളിലുള്ള ചിത്തിലാണ് സമദർശിത്വം. മാറാതെ നിൽക്കുന്ന വസ്തു, സ്വയം പ്രകാശമായ വസ്തു. യാ തിര്യങ് നരദേവതാഭിരഹമിത്യന്തസ്ഫുടാ ഗൃഹ്യത്തെ യദ്ഭാസാം
ഹൃദയാക്ഷദേഹവിഷയാഃ ഭാന്തി സ്വതോ ചേതനാഃ താം ഭാസ്യൈഃ പിഹിതാർക്കമണ്ഡലനിഭാം സ്ഫൂർത്തിം സദാ ഭാവയൻ യോഗി നിർവൃതമാനസോ ഹി ഗുരുഃ ഇത്യേഷാ മനീഷാ മമ. ഇതാണ് അവസാനത്തെ ശ്ലോകം. ഇനി അടുത്തത് ഫലശ്രുതി പോലെയാണ്. യാ തിര്യങ്, മൃഗങ്ങളൊക്കെ തിര്യക്കുകളാണ്. തിര്യക്കെന്ന് വെച്ചാ ഇങ്ങനെ നിൽക്കണതിന് മലയാളത്തിൽ എന്താ പറയാ? അല്ല, അതിനെന്തോ ഒരു പ്രയോഗമുണ്ടല്ലോ. തലങ്ങനെ നിൽക്കുക എന്ന് പറയോ? തലങ്ങനെ നിൽക്കുക, വിലങ്ങനെ കിടക്കുക എന്ന് പറയും അല്ലെ? തലങ്ങും വിലങ്ങുമായിട്ടെന്ന് പറയും അല്ലേ? ഇങ്ങനെ നിന്ന തല മുകളിലേക്കായിട്ട് നിൽക്കുന്നതാണ് തലങ്ങനെ. ഇങ്ങനെ നിന്ന വിലങ്ങനെ എന്താവെന്ന് പറയോ? വാല്. അത് നമുക്കില്ല. വാലിങ്ങനെ ഉണ്ടാവണം, അപ്പോഴേ അത് വലങ്ങനെ ആവുള്ളൂ. തലങ്ങനെയും വിലങ്ങനെയായിട്ട്. തിര്യക്ക് എന്ന് വെച്ചാൽ അതിങ്ങനെ വാലുമായിട്ട് ഇങ്ങനെ കിടക്കണത്താണ് തിര്യക്ക്. മൃഗങ്ങള് അവർക്ക് തല, ഹൃദയം, നാഭി, ഉപസ്ഥം എല്ലാം ഒരേ ലൈനിലാണ്. നമുക്ക് ഭഗവാൻ തല മോളിലും ഹൃദയ ഉരസ് ചുവട്ടിലും ഊണ് കഴിക്കേണ്ട ഡിപ്പാർട്ട്മെന്റ് ചുവട്ടിലും ഉപസ്ഥം ചുവട്ടിലും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ശീർഷാസനം ചെയ്ത അത് ഈശ്വരന്റെ തലകീഴായിട്ട്. ജീവിതം ഈ ശീർഷാസനാണ്. യോഗത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. തലകീഴായിട്ട് നിൽക്കുക. തലകീഴായിട്ടുള്ള വാല്യൂസ് ഒക്കെ തലകീഴാണെന്നാണ്. ഒക്കെ നേരെ തിരിച്ചിട്ടാണ്. അപ്പോ അതാണ് തിര്യക്കെന്ന് പറയുന്നത്. തിര്യങ് നരദേവതാഭിഹി. തിര്യക്കുകളിലും മനുഷ്യരിലും ദേവതകളിലുമൊക്കെ അന്തഃ, ഹൃദയത്തില് അഹം ഇതി അന്തഃ സ്ഫുരന്തം സദാ. അവരുടെ ഒക്കെ ഉള്ളില്, അവർക്കൊക്കെ ശരീരത്തിനെ വെച്ചുകൊണ്ടാണ് ഇത് മൃഗമെന്നും ഇത് മനുഷ്യനെന്നും ഇത് ദേവതയാണെന്നും ഒക്കെ വ്യത്യാസം പറയണത്. പക്ഷെ ആ ദേവതയ്ക്കോ മൃഗത്തിനോ അവനവന്റെ അനുഭവം ഒരു അസ്തിത്വം മാത്രമാണ്. പശുവിന് താൻ പശുവാണെന്നൊന്നും അറിയില്ല. നമ്മളാണ് പശു, കൗ, ഗൗഹു ഒക്കെ പേര് വെക്കണത്. അതൊന്നും നിശ്ചയമില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇരുപ്പ് മാത്രം, ഒരു ബോധവസ്തു മാത്രമാണ്. ഒരു പക്ഷിക്ക് അത് പക്ഷിയാണെന്നൊന്നും അറിയില്ല. അത് ഇരുപ്പാണ്, ഒരു ചൈതന്യമാണ്, ബോധമാണ്. അതിന് ഡെഫിനിഷനൊന്നുമില്ല. നമ്മുടെ മഹർഷി ആദ്യമായിട്ട് മഹർഷിയെ കാണാൻ വന്ന ഒരു വെസ്റ്റേണർ, ഒരു പാശ്ചാത്യൻ, ഹംഫ്രീസ്, അദ്ദേഹത്തിനടുത്ത് കൊടുത്ത ഒരു ഉപദേശം, ബ്രഹ്മവിചാരം ചെയ്യണോ ആദ്യം വസ്തുക്കൾക്ക് പേര് കൊടുക്കുന്നത് നിർത്തുക എന്നാണ്. ഇത് ആണാണ്, ഇത് പെണ്ണാണ്, ഇത് മലയാളിയാണ്, ഇത് തമിഴനാണ്, ഇത് ഇന്ന ആളാണ്, ഇത് കുരുവിയാണ്, ഇത് ആനയാണ്, ഇത് പോത്താണ്. ഇന്ന് ഈ പേര് ഇമ്പോർട്ടൻസ് കൊടുക്കണത് നിർത്താം. എന്നിട്ട് പതുക്കെ പറഞ്ഞു തുടങ്ങുക, അതൊക്കെ ഒരു വസ്തുവാണ്, അത് ഭഗവത് സ്വരൂപമാണ്, അത് ഈശ്വര സ്വരൂപമാണ്. അതിനൊക്കെ ഉള്ളിൽ നോക്കുമ്പോൾ ഒരേ ഒരു അസ്തിത്വം മാത്രമാണ് അതിന്റെ അനുഭവം. പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ ഇത് ദൃശ്യപദാർത്ഥമായിട്ട് മറ്റു വസ്തുക്കളിൽ നമുക്ക് കാണാൻ പറ്റില്ല. എല്ലാരെയും ഭഗവാനായിട്ട് കാണാം. എല്ലാരും എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഇത്ര നീളേ ഉള്ളൂ ഇല്ലേ? ഈ എല്ലാം എന്ന് പറയുന്നത് എവിടെ കിടക്കണു? ഭൂമി മുഴുവൻ കിടക്കണു, വിശ്വം മുഴുവൻ കിടക്കണു, സൗരയൂഥങ്ങളൊക്കെ കിടക്കണു. എവിടെ? ഈ എല്ലാത്തിനും അന്തമേ ഇല്ല. എല്ലാം സർവം എന്ന് പറയുന്നത് വെറുതെയാ. വാസ്തവത്തിൽ അവനവനേ ഉള്ളൂ. അവനവന്റെ ഇരുപ്പ് മാത്രമാണ് അനുഭവം. ആ അസ്തിത്വം മാത്രമാണ് അനുഭവം. ഈ അന്യം ഉണ്ടല്ലോ, മൃഗങ്ങളിലൊക്കെ നോക്കിയാൽ പ്രകൃതിയുടെ കൺട്രോളിലാണ് അന്യം. നമ്മൾക്ക് ഈ അന്യത്തിന് കൺട്രോളേ ഇല്ല. അതുകൊണ്ടാണ് മനുഷ്യൻ ഈ പെട്ടുപോണത്. നമുക്ക് അന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളമായി, തമിഴ്നാടായി, കർണാടകമായി, ഇന്ത്യയായി, പാകിസ്ഥാനായി, അമേരിക്കയായി, ഇങ്ങനെ പോവാം. ഇനിയിപ്പോ വേറെ ഒരു ഗ്രഹത്തിൽ പോയി താമസാക്കിയ നമ്മൾ തമ്മിൽ യുദ്ധാവും. ഇതൊക്കെ അന്യമാണ്. പക്ഷെ ഒരു നായ നോക്കിയാൽ, വേറൊരു നായ അതിന്റെ ഏരിയയിൽ വന്നാൽ നിങ്ങൾ കാണുമ്പോൾ അത്ര കണ്ട് ക്രൂരമായി അതിനെ
കടിച്ച് കീറാനായിട്ട് പോവും. മറ്റേ നായ്ക്കൾക്കും ടെക്നിക്ക് അറിയാം. വാല് ഉള്ളിൽ തിരികെ ഒരു സറണ്ടർ ചെയ്തിട്ട് ആ ബോർഡർ കടക്കും. ബോർഡർ വരെ ഓടിക്കും. ഇതിനൊരു ബോർഡറൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്, അത് വരെ ഓടിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഓടിച്ച നായയെ നോക്കൂ, അതിന്റെ മുഖത്ത് മറ്റേ നായ ഉണ്ടാവില്ല. അത് പണി കഴിഞ്ഞു എന്നുള്ള മട്ടില് തിരിച്ചിങ്ങോട്ട് പോരും. അതിന് അന്യമേ ഇല്ല. അതിന്റെ അന്യം നാച്ചുറലായിട്ട് ഈശ്വരനെ എടുത്തു കളയും. നമ്മൾക്ക് ഈ മനസ്സ് പ്രബലമായതുകൊണ്ട് അന്യം ഒരുപാട് ഉണ്ടാവാണ്. ഈ അന്യത്തിനെ ജ്ഞാനം കൊണ്ട് തന്നെ എടുക്കണം, വേറെ വഴിയില്ല. അറിവ് കൊണ്ട്. അന്യം വാസ്തവത്തിൽ എവിടെയാ? ചിത്തവൃത്തികളിലാണ് വരേണ്ടത്. നമ്മൾ മാത്രം ഉള്ളപ്പോൾ അന്യമേ ഇല്ല. ദൂരീഭൂത അന്യദർശന എന്ന് ഭാഗവതത്തിലുണ്ട്. ആത്മാവിലിരിക്കുന്നു, അന്യദർശനമേ ഇല്ല. മറ്റുള്ളവൻ, ഭാഗവതത്തിൽ ഭഗവാൻ ഒരു ഉപദേശവും പറഞ്ഞു ഉദ്ധവർക്ക് ഉപദേശിക്കുമ്പോ, ഹേ ഉദ്ധവ, മറ്റുള്ളവരെ കുറിച്ച് നല്ലത് ചീത്ത മുതലായി ഒരു വർത്തമാനവും പറയരുത് എന്നാണ്. പരസ്വഭാവ കർമാണി ന പ്രശംസേത് ന ഗർഹയേത്. എന്തേ? വിശ്വമേകാത്മകം പശ്യൻ പ്രകൃത്യാ പുരുഷേണ ച. പ്രകൃതി പുരുഷൻ എന്നുള്ള ഭേദം പോലും ഇല്ലാതെ വിശ്വത്തിനെ ഏകാത്മസ്വരൂപമായിട്ട് കണ്ടുകൊണ്ട് പരസ്വഭാവത്തിനെ കുറിച്ചോ പരനുണ്ട് എന്നുള്ള മട്ടിലുള്ള വർത്തമാനമൊക്കെ ഇങ്ങോട്ട് നിർത്തിയേക്കാം. യഹ പരസ്വഭാവകർമാണി യഹ പ്രശംസതി നിന്ദത്തെ. ആര് മറ്റുള്ള വസ്തുക്കളെക്കുറിച്ച് വ്യക്തികളെക്കുറിച്ച് ഒരുപാട് പറയണു. നമ്മുടെ സ്വഭാവമാണ്, പ്രകൃതിയാണ്, അറിയാതെ വന്നുപോകും. പക്ഷെ ഓർത്തുകൊള്ളാം, ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചുകൊള്ളുക. അങ്ങനെ പ്രശംസിക്കുകയും നിന്ദിക്കുകയും ഓവറായിട്ട് ചെയ്താൽ ആശുഭ്രശ്യത്തെ സ്വാർത്ഥാത്, ആത്മനിഷ്ഠയിൽ നിന്നും സ്ഖലിച്ചു പോകും. അസതി അഭിനിവേശത, ഇല്ലാത്ത വസ്തുക്കൾ ഉണ്ടെന്നുള്ള മട്ടിൽ പെരുമാറുക എന്നുള്ളൊരു വലിയ ദോഷം ഇയാളുടെ ഉള്ളിലെ സ്വഭാവത്തില് പ്രകൃതിയില് വന്നുപോകും. അതുകൊണ്ട് ജാഗ്രതയായിട്ട് ഇരുന്നോളാ ഉദ്ധവാകും. ഇതൊക്കെ ബുദ്ധവന് അവസാനമായിട്ട് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശമാണ്. അപ്പോ ഉള്ളില് എല്ലാവരുടെ ഉള്ളിലും അഹം അഹം ഇതി അന്തസ്ഫുരന്തം. പക്ഷെ നിങ്ങളുടെ ഉള്ളില് അഹം എന്നുള്ള സ്ഫുരണ എനിക്ക് പിടികിട്ടുമോ? നിങ്ങളുടെ ഉള്ളില് ഞാൻ എന്ന് സ്ഫുരിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. അത്യാവശ്യം കണ്ണിൽ നോക്കിയാൽ കാണാം. ഒരു ജഡശരീരത്തിനും ജീവശരീരത്തിനും ആ കണ്ണു നോക്കുമ്പോൾ ഏകദേശം നമുക്ക് ആ വ്യക്തിത്വത്തിന്റെ നിഴലാട്ടം, ആ നാളം കാണാം നമുക്ക്. അതുപോലല്ലോ. പക്ഷെ ഈ വാസ്തവത്തിൽ ഈ അഹം എന്നുള്ളത് സ്വസംവേദ്യമാണ്, അവനവന് മാത്രം അറിയണതാണ്. അല്ലേ? കണ്ണടച്ച്, അതാണ് ധ്യാനം. കണ്ണടച്ച് ശ്രദ്ധിക്കുമ്പോ പ്രാണൻ ഹൃദയത്തിൽ പോയി അടങ്ങുന്നു, ചിത്തം ഹൃദയത്തിൽ പോയി അടങ്ങുന്നു. ഈ ശരീരത്തിന്റെ കലിലസ്യ മധ്യേ, ഈ ശരീരത്തിന്റെ മധ്യത്തിലെ ഉള്ളില് ഞാനുണ്ട് ഞാനുണ്ട് എന്നുള്ള രൂപത്തില് ഒരു അനുഭവം, അഹം അഹം എന്ന് ഒരു അനുഭവം. പ്രകൃതി വികൃതി ഭിന്ന ശുദ്ധബോധസ്വഭാവ സദസദിതമശേഷം ഭാസയൻ നിർവിശേഷ വിലസതി പരമാത്മാ ജാഗ്രതാദിഷു അവസ്ഥാസു അഹം അഹം ഇതി സാക്ഷാത് സാക്ഷിരൂപേണ ബുദ്ധേഹ. ബുദ്ധിക്കും സാക്ഷിയായി ആ പരമാത്മാവ് തന്നെ പ്രകൃതി വികൃതി ഭിന്ന. ആ പ്രകൃതിയുമല്ല, അതിൽ നിന്നുള്ള മാനിഫെസ്റ്റേഷനുമല്ല, വികൃതിയുമല്ല, രണ്ടിൽ നിന്നും അന്യമായി ശുദ്ധബോധസ്വഭാവ, ചൈതന്യമാത്ര സ്വഭാവമായിട്ട്, കോൺഷ്യസ്നെസ് മാത്രമായിട്ട് സദ് അസദിതമശേഷം ഭാസയൻ. ജാഗ്രത് സ്വപ്നത്തില് വസ്തുക്കളൊക്കെ ഉള്ളതും പ്രകാശിക്കുന്നു, സുഷുപ്തിയിൽ ഒന്നുമില്ലാത്തതും അറിയുന്നു. എല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് അഹം അഹം ഇതി സാക്ഷാത് അപരോക്ഷാത്, അപരോക്ഷമായി ഹൃദയത്തില് ഞാൻ 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 എന്ന് പരമാത്മാ ഭാസതി സ്ഫുരത്തെ. പരമാത്മാവ്, ശങ്കരാചാര്യർ സംശയമൊന്നും വെച്ചില്ല, ആത്മാ ജീവാത്മാ എന്നൊന്നും പറയാതെ ശുദ്ധബോധസ്വഭാവ വിലസതി പരമാത്മാ ജാഗ്രതാദിഷു അവസ്ഥാസു, ജാഗ്രത സ്വപ്നം സുഷുപ്തിയിലൊക്കെ തന്നെ അഹം അഹം ഇതി സാക്ഷാത്, ഞാൻ 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 എന്നിവണ്ണം സാക്ഷിരൂപേണ ബുദ്ധേ, ബുദ്ധിക്കും പ്രകാശകനായിട്ട് സാക്ഷിയായിട്ട്
ഉള്ളില് സ്ഫുടാഗൃഹ്യത്തെ. ഇവിടെ ഭഗവത്പാദർ പറഞ്ഞു സ്ഫുടമായിട്ട്, എന്നുവെച്ചാൽ തെളിവായിട്ട്, സംശയത്തിന് ഇടയേ ഇല്ലാത്തവണ്ണം അന്തഃ സ്ഫുടാഗൃഹ്യത്തെ, നല്ല തെളിവായിട്ട് ക്ലിയറായിട്ട് പാൾപ്പബിൾ, നമുക്ക് അറിയപ്പെടും. അതിന് ഇന്ദ്രിയം മനസ്സൊന്നും വേണ്ട. സ്ഫുടാഗൃഹ്യത്തെ, അത് പ്രകാശിക്കുന്നത് കൊണ്ടാണ് ബാക്കിയൊക്കെ അറിയണത്. ഞാനുണ്ടെന്നുള്ള അനുഭവമില്ലെങ്കിൽ ജഗദന്ധം തമോ ഭവേത്. ജഗത്തിനെ ആരറിയും? പ്രപഞ്ചം ആരറിയും? മറ്റു വസ്തുക്കളെ ആരറിയും? എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ബോധം ജ്യോതിഷാമപി തജ്ജ്യോതി തമസഃ പരമുച്യത്തെ. ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം. ഭഗവത്ഗീതയിൽ എല്ലാവരുടെ ഹൃദയത്തിലും ഒരു ജ്യോതി, ആ സ്വയം പ്രകാശമായ വസ്തു. ആ സ്വയം പ്രകാശമായ വസ്തു താനേ താനായി വിളങ്ങുന്ന ആ വസ്തു ഹൃദയത്തിലെ സ്ഫുടാഗൃഹ്യത്തെ, നല്ല തെളിവായിട്ട്, സൂര്യനേക്കാളും തെളിവായിട്ട്. എന്നുവെച്ചാൽ സൂര്യനെ കാണണമെങ്കിൽ കണ്ണു വേണം. ഇത് കാണാൻ കണ്ണൊന്നും വേണ്ട. കണ്ണടച്ചാലും അത് പ്രകാശിക്കും, മനസ്സടച്ചാലും അത് പ്രകാശിക്കും. അതുകൊണ്ട് ശ്രുതി മനസഃ ജവീയ എന്ന് പറഞ്ഞു. മനസ്സിനേക്കാളും വേഗത കൂടിയവൻ എന്നുവെച്ചാൽ മനസ്സില്ലാത്ത സ്ഥലത്തും അവനുണ്ട്. മനസ്സോ ജവീയ. അങ്ങനെ സന്മാത്രമായ വസ്തു അന്തസ്ഫുടാഗൃഹ്യത്തെ, നല്ല തെളിഞ്ഞ് ഹൃദയത്തിലെ ശുദ്ധബോധ സ്വഭാവമായിട്ട് പ്രകാശിക്കുന്നു. യദ്ഭാസ, അതുള്ളതുകൊണ്ട് ഹൃദയ അക്ഷ ദേഹ വിഷയാഹ യസ്യ സന്നിധിമാത്രേണ ദേഹേന്ദ്രിയ മനോധിയ. അതുള്ളപ്പോ ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കണം. അല്ലെ, ഇപ്പൊ മരിച്ചുപോയ ശവം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടത് അതാണ്. ഇന്നലെ വരെ കണ്ണിലൂടെ ആരോ നോക്കി, ഇന്നലെ വരെ ആ ചെവിയിലൂടെ ആരോ നമ്മൾ പാടിയാലും വർത്തമാനം പറഞ്ഞാലും കേട്ടു, ഇന്നലെ വരെ ആ മൂക്കിന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പുഷ്പം പിടിച്ചാൽ മണത്തു, ഇന്നലെ വരെ ആ നാവിൽ എന്തെങ്കിലും ഇട്ടാൽ രുചിച്ചു. ഇപ്പൊ ഒന്നുമില്ല. അപ്പൊ ആരാ അത് വിട്ടു പോയിരിക്കണം? ഇപ്പൊ ഇത് വെറും ജഡവസ്തു. അതിനകത്ത് അഹം എന്ന് പറഞ്ഞ ഒരാൾ ഇന്നലെ വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എവിടെ പോയി? ആ സാന്നിധ്യം, ആ പവർഫുൾ പ്രസൻസ് അതെവിടെ പോയി? അതെന്താണ്? ആ സാന്നിധ്യത്തിന്റെ സ്വരൂപം എന്താണ്? ഏന രൂപം രസം ഗന്ധം ശബ്ദാൻ സ്പർശാൻശ്ച മൈഥുനാൻ ഏതേനൈവ വിജാനാത് കിമത്ര പരിശിഷ്യത് എന്ന് ഉപനിഷത്ത്, കഠോപനിഷത്ത്. ആ വസ്തു എന്താണ്? അതിങ്ങനെ ഉള്ളില് ഹൃദയ അക്ഷദേഹ വിഷയാഹ. ഹൃദയം എന്ന് വെച്ചാൽ ഇവിടെ മനസ്സ്, അക്ഷം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങള്, ദേഹം, വിഷയങ്ങൾ എല്ലാം അത് ഉള്ളതുകൊണ്ട് പ്രകാശിക്കുന്നു. അത് പോയാൽ ഒന്നും പ്രകാശിക്കില്ല. ആ ചേതന, സത്ത, ആ ബോധം, ജീവനെന്ന് നമ്മൾ വിളിക്കുന്നത് ഉള്ളിലുള്ളപ്പോ ബാക്കിയൊക്കെ പ്രകാശിക്കുന്നു. അതറിയാൻ വയ്യല്ലോ. താം ഭാസ്യൈഹി പിഹിതാർക്കമണ്ഡലനിപാം. ചിലപ്പോഴൊക്കെ മേഘങ്ങൾ സൂര്യനെ മറയ്ക്കും. നമ്മളെങ്ങനെയാ പറയാ? മേഘം സൂര്യനെ മറച്ചു. പക്ഷെ മേഘത്തിന് സൂര്യനെ മറയ്ക്കാനൊന്നും പറ്റില്ല. മേഘം കാണപ്പെടുന്നത് സൂര്യ വെളിച്ചം കൊണ്ടാ. അല്ലെ, ഇരുട്ടത്ത് മേഘം ഉണ്ടെന്ന് അറിയില്ല. മേഘം ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? സൂര്യ വെളിച്ചം കൊണ്ട് അറിഞ്ഞു. അതുപോലെ എനിക്ക് അജ്ഞാനം എന്ന് പറയണത് തന്നെ ഞാനുള്ളതുകൊണ്ടാ. ആ ജ്ഞാനം കൊണ്ടാണ് എനിക്ക് അജ്ഞാനം എന്ന് പോലും പറയണത്. അജ്ഞാനത്തിനെ പ്രകാശിപ്പിക്കുന്നതാരാ? ആത്മ. ആ ആത്മചൈതന്യം, ആ ബോധവസ്തു മേഘപാളികൾക്ക് നടുവിൽ സൂര്യകിരണം അറിയപ്പെടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് അതിന്റെ വിജൃംഭണം ഒരു ചിത്തവൃത്തിക്കും ഒരു ചിത്തവൃത്തിക്കും നടുവില്. മനസ്സില് കണ്ടിന്യൂസ് തോട്ട്സ് ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 20% നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. 80% ഒഴിഞ്ഞു കിടക്കാം. എന്ന് ശ്രദ്ധിച്ചറിയും. 40% ചിന്തിച്ചാൽ ഭ്രാന്തായി പോകും. ഭ്രാന്തായി പോകും. അത്രയൊന്നും മനസ്സിനെ വഹിക്കാനുള്ള ശക്തി നമുക്കില്ല. അതിൽ കൂടുതൽ മനസ്സിനെ, സങ്കല്പത്തിനെ പ്രബലമാക്കി വഹിക്കണമെങ്കിൽ തപോശക്തി വേണം, തപോബലം വേണം, തപശക്തി വേണം. അത്രയ്ക്ക് തപോബലമൊന്നും നമുക്കില്ല. ചിത്തവൃത്തികൾക്ക് നടുവില് ഉള്ള വിശ്രാന്തി, ഇടവേള, ആ ഇടയില് നമുക്ക് ഭഗവാനെ കാണാം. ഒരു ഇടയനാണ്.
ഒരു വൃത്തിക്ക് നടുവില് ഉള്ള വിരാമസ്ഥാനം. അവിടെ ആ നിശ്ചലമായ ആ ഗ്യാപ്പ്, ആ ഗ്യാപ്പില് എന്തുണ്ട്? എളുപ്പത്തിൽ പറയാം ഒന്നുമില്ല എന്ന് പറയാം. ഒന്നുമില്ല എന്ന് പറയണത് ആരാ അറിയണു? അവിടെ ചേതനയില്ലേ, അവിടെ ബോധമില്ലേ? ആത്മാ സദാ അനുഭവസ്വരൂപമായി പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ മനസ്സ് അതിന് മേലെ പ്രവർത്തിച്ചിട്ട് ഒരു ഭ്രമം ഉണ്ടാക്കുകയാണ്. എനിക്കറിഞ്ഞില്ല, ഞാൻ അജ്ഞാനിയാണ്. സത്വ ഗുണം വരുമ്പോ എനിക്കിതാ ധ്യാനസുഖം വന്നു, രജോ ഗുണം വരുമ്പോ ഇതാ എനിക്കിതാ കർമ്മം ചെയ്യണം, തമോ ഗുണം വരുമ്പോ ഉറക്കം വന്നു. ഇതൊക്കെ ആ ബോധത്തിന്റെ അധിഷ്ഠാനത്തിൽ, ആ സ്ക്രീനിലാണ് അതൊക്കെ വന്നു പോണത്. പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവച്ച പാണ്ഡവ. ഈ മൂന്നും വരണം. മൂന്നിനും അധിഷ്ഠാനമായിട്ട് നിൽക്കുന്ന ആ പ്രകാശം, അത് മാറണേയില്ല, അവിടെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനെ ഇടയില് ഒരു വൃത്തിക്ക് നടുവിലുള്ള ആ വിശ്രാന്തി സ്ഥാനത്തില് ഒന്ന് ശ്രദ്ധിച്ചാൽ സ്ഫൂർത്തിം സദാഭാവയൻ, അത് ഇടയ്ക്കിടയ്ക്ക് സ്ഫുരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെ ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എന്നുള്ള വൃത്തി എവിടെ ഉദിക്കണമെന്ന് ശ്രദ്ധിക്കാം. ഞാൻ എന്ന് പറയുമ്പോ ഈ വൃത്തിയുടെ ഉദയസ്ഥാനത്തിനെ ശ്രദ്ധിക്കുമ്പോ ആ വൃത്തിയും ശ്വാസവും ഹൃദയസുഷിരത്തിൽ നിന്നാണ് പുറത്തു വരുന്നത്. ഹൃദയസുഷിരത്തിൽ ചെന്ന് അടങ്ങുന്നു. ഇത് ദിവസം അനുക്ഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ നമ്മള് ഈ അഹംവൃത്തിയെ, ഞാൻ എന്നുള്ള സ്പന്ദനത്തിനെ, ഞാൻ എന്നുള്ള തുടിപ്പ്, അതിനെങ്ങനെ ശ്രദ്ധിക്കും തോറും ഞാൻ എന്ന് ഉള്ളിൽ ആരാ ഈ ഞാൻ? എനിക്ക് ഭയം തോന്നുന്നു, ഈ ഭയപ്പെടുന്ന ഞാൻ ആരാ? എനിക്ക് ദേഷ്യം വരണ ഞാൻ ആരാണ്? എനിക്ക് ദുഃഖം തോന്നുന്നു, ദുഃഖിക്കുന്ന ഈ ഞാൻ ആരാ? ഈ ഞാൻ എന്ന് പറയുന്ന ഈ വ്യക്തി, ഈ ഇൻഡിവിജ്വൽ സെൻസ്, അതിന്റെ ചലനം എവിടെ ഉണ്ടാവുന്നു, അതിന്റെ മൂവ്മെന്റിനെ ശ്രദ്ധിച്ചാൽ ആ ഹൃദയം എന്ന് പറയുന്ന അലൗകികമായ സ്ഥാനം, ശാന്തിയുടെ ധാമ, അത് ഉള്ളില് കണ്ടെത്തും, തിരിച്ചറിയും. അതിന് ശ്രദ്ധിക്കുമ്പോ ആ സ്ഫൂർത്തിയെ സദാഭാവയൻ. ഇതാണ് സാധന. ശ്രവണ മനന നിധിധ്യാസനം കൊണ്ടൊക്കെ അറിയണത് ഈ സ്ഫൂർത്തിയാണ്. ഈ സ്ഫൂർത്തി നേരിട്ട് പിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവരവർ ജപം ചെയ്തോളൂ എന്ന് പറഞ്ഞത്. ജപം ഒരു സ്ഫൂർത്തിയാണല്ലോ. സന്യാസികൾക്കാണെങ്കിൽ പ്രണവജപം, മറ്റുള്ളവർക്കാണെങ്കിൽ നാമജപം ഒക്കെ പറഞ്ഞു, നമ്മൾ ഗായത്രിയൊക്കെ പറഞ്ഞു. അവരവർക്ക് ഗുരു ഉപദിഷ്ടമായ മന്ത്രം ജപിക്കുന്നു. അതൊരു സ്പന്ദനാണ്. അത് ക്രമേണ ചിത്തത്തിലുള്ള മറ്റു വൃത്തികളെയൊക്കെ നിവർത്തിപ്പിച്ച് ബാക്കിയുള്ള വൃത്തികളൊക്കെ അടങ്ങുമ്പോ അതും സ്വയമേവ അടങ്ങും. രമണ ഭഗവാൻ ഒരു ഒരു ദൃഷ്ടാന്തം പറഞ്ഞ ചൊടലക്കൊള്ളി പോലെ എന്നാണ്. ശ്മശാനത്തില് ഉപയോഗിക്കുന്ന ആ ചൊടലക്കൊള്ളി, തമിഴിൽ പറഞ്ഞ പിണം ചുടു തടി, ആ ശരീരത്തിനെ കത്തിക്കുന്ന ആ കോല് പോലെ അത് ബാക്കിയുള്ളതൊക്കെ കത്തിച്ചിട്ട് അതും കത്തിപ്പോകും. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മന്ത്രമോ നാമമോ മനസ്സ് മുഴുവൻ നിറഞ്ഞാൽ ബാക്കി ചിത്തവൃത്തികളൊന്നും വരാതെ ആ സ്പന്ദനം മാത്രം നിന്നു അവസാനം അതും അടങ്ങും. അതും ഹൃദയത്തിൽ അടങ്ങുമ്പോ അവിടെ താനായി വിളങ്ങി നിൽക്കുന്ന, നമ്മള് ഉള്ളിലേക്ക് അയച്ച ഒരു ശബ്ദമല്ല, അലൗകികമായ ഒരു ധ്വനി. ആ ധ്വനി ഞാൻ പറയണു അത്രേ ഉള്ളൂ, സ്പന്ദനം. പുറത്തു വന്നാലേ ധ്വനിയാവുള്ളൂ. അകത്തൊക്കെ അത് സ്ഫൂർത്തിയാണ്, സ്പന്ദനമാണ്. ആ സ്ഫൂർത്തി ഉള്ളില് ശ്രദ്ധിക്കപ്പെടുന്നു, അറിയപ്പെടുന്നു. ആ സ്ഫൂർത്തിയെ സദാഭാവയൻ. ചിലപ്പോഴൊക്കെ ഗുരുസന്നിധിയിൽ ശ്രവണം സന്ദർഭത്തിൽ ഒരു ക്ഷണനേരത്തേക്ക് ആ സ്ഫൂർത്തിയുടെ ദർശനം ഉണ്ടാവും. പോരാ, വീണ്ടും ഏകാന്ത മനന നിധിധ്യാസനങ്ങൾ കൊണ്ട് ആ സ്ഫൂർത്തിയെ ഗ്രഹിച്ച് ആ
ജീവബ്രഹ്മൈക്യ വൃത്തിയെ ഗ്രഹിച്ച് അതാണ് എന്റെ സ്വരൂപമെന്ന് തത്രാത്മത്വം ദൃഢീകുർവന്ന് അഹമാദിഷു സന്ത്യജന്ന് ഉദാസീനതയാ തേഷു തിഷ്ഠേത് ഘടപടാധിപത്. ഈ ശ്ലോകമൊക്കെ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾ തെരഞ്ഞു കണ്ടുപിടിക്കാൻ പോയാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ രത്നങ്ങളാണ്, മനന നിധിധ്യാസനങ്ങൾക്കുള്ള രത്നങ്ങളാണ് ഇതൊക്കെ. അവിടെ തത്ര ആത്മത്വം ദൃഢീകുർവൻ, അങ്ങനെ എല്ലാം നിഷേധിച്ചിട്ട് ശേഷിക്കുന്നതൊന്നുണ്ട്. നിഷേധിച്ചു കഴിയുമ്പോൾ നിഷേധിക്കാൻ ബാക്കിയില്ലാതെ അവശേഷിക്കുന്ന വസ്തുവില് ആത്മത്വം ദൃഢീകുർവൻ, അതാണ് ഞാനെന്ന അഭിമാനവൃത്തി അവിടെ കൊണ്ടുവച്ചു. അതാണ് ഞാൻ എന്ന തത്ര ആത്മത്വം ദൃഢീകുർവൻ അഹമാദിഷു സന്ത്യജൻ, അഹങ്കാരം മുതലായ ഉപാധിദോഷങ്ങളെ ഞാനല്ലെന്ന് തള്ളി. ഈ വാച്ച് കാണുന്ന പോലെ, അല്ലെങ്കിൽ മൈക്ക് കാണുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങളെ കാണുന്ന പോലെ ഉള്ളിലും ഇതൊക്കെ പൊന്തുമ്പോഴും ഒരു സാധു അതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഘടപടാധിപത് എന്നാണ്. ഒരു കുടം അല്ലെങ്കിൽ ഒരു മുണ്ട് ഉണക്കാൻ ഇട്ടിരിക്കണം, അതിപ്പോ ഞാനാണെന്നൊന്നും വിചാരിക്കില്ലല്ലോ, അല്ലേ? കുട അവിടെ ഇരിക്കണു, ഞാനാണെന്ന് വിചാരിക്കില്ല. അത് കാണുന്ന പോലെ ഉള്ളിൽ അഭിമാനം ഉദിക്കട്ടെ, ചിത്തവൃത്തികൾ വരണു വരട്ടെ, ഉറക്കം വരണു വരട്ടെ, പല വിചാരങ്ങൾ വന്നിട്ട് പോട്ടെ. ഉദാസീനതയാദേശു തിഷ്ഠേത്, നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും വന്നാൽ ഞാനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ, അതുപോലെ തന്നെ എന്റെ ഉള്ളിൽ വരുമ്പോഴും ഉദാസീനനായി എന്നാണ്. വന്നിട്ട് പോട്ടെ, അത് പ്രകൃതിയിലാണ് വരേണ്ടത്, എന്നിലൊന്നുമല്ല. പുറമേക്ക് കാറ്റ് വീശണ പോലെ ഉള്ളിൽ ചിത്തവൃത്തികൾ വരണു, രണ്ടും ഒന്നായി തീർന്നു എന്നാണ്. രണ്ടിലും ഉദാസീനനായി. അപ്പോഴും പൂർണ്ണായില്ല. അപ്പോഴും വിവേക ചൂടാമണിയിൽ നല്ല സമർത്ഥനായ ശിഷ്യൻ ഗുരുവിന്റെ അടുത്ത് ചോദിച്ചു, സാക്ഷി എന്നൊക്കെ പറയുമ്പോ കാണപ്പെടുന്ന ഒരു വസ്തുവും കാണുന്ന ആളും ബാക്കിയുണ്ട്, കർമ്മം തീർന്നില്ലല്ലോ ഗുരുദേവ എന്ന് ചോദിച്ചു. അപ്പൊ ആ ആചാര്യൻ പറയാണ്, നിപുണോസി വിചാരണയാണ്. നീ നല്ല നിപുണനാണല്ലോ, ഇങ്ങനൊരു ചോദ്യം ചോദിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് പറയാ, ശരിയാണ്, ഈ കാണുന്ന വസ്തുവും കാണുന്നവനും രണ്ടും ഏകമായിത്തീരുന്നതാണ് അദ്വൈതം. അവിടെയേ ഉള്ളൂ വിശ്രാന്തി, അവിടെ കംപ്ലീറ്റ് വിശ്രാന്തി. അതാവട്ടെ. അപ്പോ യോഗീ നിർവൃത്തമാനസഹ, ഈ സ്ഫൂർത്തിയെ എങ്ങനെ ഗ്രഹിച്ച് നിർവൃത്തമാനസഹ, ഉള്ളില് നിർവൃത്തം എന്ന് വെച്ചാൽ അയാളെ റിലീസ്ഡായി, കംപ്ലീറ്റായ ശാന്തി, ആനന്ദം ഉണ്ടായി, സന്തോഷം ഉണ്ടായി, തൃപ്തി ഉണ്ടായി. തൃപ്തി തന്നെയാണ് സമാധി. അവിടെ ആത്മരതി, ആത്മതൃപ്ത, ആത്മമിഥുന, ആത്മാനന്ദ സസ്വരാട് ഭവതി. അങ്ങനെ ആത്മരതി, ആത്മതൃപ്തനായിത്തീർന്നു. ആ തൃപ്തി ഉള്ളിൽ വന്നു. നിർവൃത്തമാനസോ ഹി ഗുരുഹു, അങ്ങനെ ആ ഗുരു ആത്മാവില് നിർവൃത്തമാനസനാണ്, സ്വരൂപത്തില് നിഷ്ഠനാണ്. അങ്ങനെയുള്ളവൻ ഗുരുവാണ് എന്നുള്ളത് എന്റെ നിശ്ചയമായ അഭിപ്രായം എന്ന് പറഞ്ഞ് 4 മഹാവാക്യത്തിന്റെയും സാരം ഈ ശ്ലോകത്തോടുകൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചു. എന്നിട്ട് അവസാനം പറഞ്ഞു, ആ തത്വവിത്ത്, ആ ബ്രഹ്മനിഷ്ഠൻ എങ്ങനെയുള്ളവനാണ്? യത് സൗഖ്യാംബുധി ലേശലേശത ഇമേ ശക്രാദയോ നിർവൃതാഹ. സൗഖ്യാംബുധി, സൗഖ്യത്തിന്റെ സമുദ്രം, ആ സുഖത്തിന്റെ, തൃപ്തിയുടെ, ശാന്തിയുടെ ആ കടലുണ്ടല്ലോ, അതിന്റെ അല്പമെടുത്തിട്ട് ലേശലേശത കുറച്ച് എടുത്തിട്ട് ശക്രാദയോ നിർവൃത്താഹ, ഇന്ദ്രാദി ദേവതകളൊക്കെ സന്തോഷിച്ചു എന്നാണ്. ഞങ്ങൾക്ക് മതിയെന്നാണ്. യച്ചിത്തേ നിതരാം പ്രശാന്തകലനെ, ഒരു ബ്രഹ്മനിഷ്ഠൻ, ജീവൻ മുക്തൻ, അതിനെ നല്ലവണ്ണം ഗുരു അനുഗ്രഹം കൊണ്ട് തൃപ്തമായി അറിഞ്ഞ് അതിൽ നിന്നും താൻ അന്യമില്ലാതെ അത് തന്നെ ആയിട്ട് തീർന്നു. യച്ചിത്തേ നിതരാം പ്രശാന്തകലനെ ലബ്ധ്വ മുനിഹി നിർവൃത്ത, ആ മുനി നിർവൃത്തനായിട്ട് തീർന്നു. നിതരാം പ്രശാന്തകലനെ, നല്ലവണ്ണം പ്രശാന്തമാക്കി തീർത്തിട്ട് നിർവൃത്തനായിട്ട് തീർന്നു മുനി. യസ്മിൻ നിത്യസുഖാംബുധം, യാതൊരു നിത്യസുഖ അംബുധി സമുദ്രമായ ബ്രഹ്മത്തില് ഗളിതധീഹി എന്നുവെച്ചാൽ
ഒരു ഉപ്പുപാവ കടലില് ലയിച്ചു പോയാൽ പിന്നെ എടുക്കാൻ പറ്റില്ല. അതുപോലെ ജ്ഞാനിയുടെ വിചാരം ചെയ്ത ബുദ്ധി ഉണ്ടല്ലോ, ആത്മവിചാരം ചെയ്തു മനന നിധിധ്യാസനങ്ങൾ ചെയ്യുന്ന ആ ബുദ്ധി ഈ ബ്രഹ്മാനുഭവ തീർത്ഥത്തിൽ മുങ്ങി 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 കുറെ കഴിയുമ്പോ അതങ്ങട് തേഞ്ഞുപോയി. ഗളിതധീഹി, ഈ ബുദ്ധി ജ്ഞാനവിചാരം ചെയ്യുന്ന ബുദ്ധി, വൈശാരദീ സാതി വിശുദ്ധ ബുദ്ധി, ധുനോതിമായാം ഗുണസംപ്രസൂതാം. ആ വൈശാരദീധി അത് ആത്മാവില്, ആത്മാവാകുന്ന തീർത്ഥത്തില് മുങ്ങി 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 അവസാനം ഒരു പ്രാവശ്യം മുങ്ങിയപ്പോ പുറത്തു വന്നില്ല. ആ ബുദ്ധി അങ്ങോട്ട് അവിടെ പോയി എന്നാണ് ഗളിതധീഹി. ഗളിതം എന്ന് വെച്ചാൽ വീണുപോയി. ചിലപ്പോ ചില സാധനങ്ങളൊക്കെ വെള്ളത്തിലെടുത്താൽ പോവും, പിന്നെ തെരഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമൊന്നുമില്ല. ഉപ്പ് കൊണ്ടുപോയിട്ട് വെള്ളത്തിലിട്ടിട്ട് എടുക്കാൻ പറ്റുമോ? അതുപോലെ ബുദ്ധി എന്ന് പറയുന്ന ആ ലിമിറ്റേഷൻ അപരിമിതമായ ആകാശകൽപ്പമായ വസ്തുവില് തന്റെ പരിച്ഛിന്നതയെ ഇല്ലാതാക്കി തീർത്തു. ഗളിതധീഹി, അങ്ങനെ ബുദ്ധിയും അങ്ങോട്ട് അടങ്ങിക്കഴിയുമ്പോ ബുദ്ധിശ്ച ന വിചേഷ്ടത്തെ, ബുദ്ധിയുടെ ചേഷ്ട അങ്ങോട്ട് ഒടുങ്ങിക്കഴിഞ്ഞപ്പോ ആ അറിഞ്ഞവൻ ആരാ? ബ്രഹ്മൈവ. നമ്മുടെ മഹർഷി പറയും ജ്ഞാനികളൊന്നുമില്ല എന്നാണ്, ജ്ഞാനമേ ഉള്ളൂ എന്ന് പറയും. എന്നുവെച്ചാൽ ജ്ഞാനി എന്ന് പറഞ്ഞൊരു ഓണർഷിപ്പ് അവിടെ ഇല്ല, ജ്ഞാനമേ ഉള്ളൂ എന്നാണ്. ബ്രഹ്മത്തിനെ അറിഞ്ഞവൻ ബ്രഹ്മൈവ. ബ്രഹ്മൈവ ന ബ്രഹ്മവിത്ത്, അയാൾ ബ്രഹ്മത്തിനെ അറിഞ്ഞു മാറി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല, ഒരു ഓണറല്ല. ബ്രഹ്മൈവ ന ബ്രഹ്മവിത്ത് യഹ്കശ്ചിത്, ആരാവൻ? യഹ്കശ്ചിത്, ആര് വേണമെങ്കിൽ ആവട്ടെ. ആ തത്വം അറിഞ്ഞവൻ ആരാന്ന് വെച്ചാൽ ആര് വേണമെങ്കിൽ ആവട്ടെ. യഹ്കശ്ചിത് സദാശിവബ്രഹ്മേന്ദ്ര സ്വാമിയുടെ ആത്മവിദ്യാവിലാസത്തിൽ പറഞ്ഞു, ആരോ ഒരുത്തൻ യഹ്കോപി ദാ പോണു എന്നാണ്. എവിടെ പോണു? സുഖമായി ആത്മാനുഭവ സമ്പന്നനായി നദീകോണേഷു അടവീകോണേഷു അടതി, ആ കാട്ടില് സ്വതന്ത്രമായി ആത്മാരാമനായി അങ്ങനെ സഞ്ചരിക്കണം. യഹ്കശ്ചിത്, ആരോ ഒരാള്, ഒരു യോഗി. അതുപോലെ യഹ്കശ്ചിത് സ സുരേന്ദ്ര വന്ദിതപദ, ദേവേന്ദ്രന് പോലും സാധിക്കാത്ത കാര്യമാണല്ലോ. അപ്പൊ ദേവേന്ദ്രൻ വന്ന് നമസ്കരിക്കണു അത്രേ. ആ ബ്രഹ്മനിഷ്ഠനെ ദേവേന്ദ്രൻ, ഇന്ദ്രാദി ദേവതകൾ പോലും അവർക്ക് സാധിക്കുമെങ്കിൽ ഇത്തിരി നടുവില് തടസ്സമുണ്ടാക്കും. ശ്രുതി തന്നെ പറയണ്ട്, അവർക്കിഷ്ടമല്ല അത്രേ ദേവന്മാർക്ക്. എന്താന്ന് വെച്ചാൽ ഇയാള് അവരുടെ ഡിപ്പാർട്ട്മെന്റ് കടന്നുപോയിക്കളെ. അതുകൊണ്ട് അവര് മുമ്പൊക്കെ ദേവാഹ ധാരാതിരൂപിണ എന്ന് പറഞ്ഞു ഭാഗവതം. പഴയകാലം പോലെ ദേവന്മാര് പുറമേക്ക് അപ്സരസുകളെ അയക്കൊന്നും ചെയ്യില്ലാത്രേ. ഭാര്യയുടെ ഉള്ളിൽ പ്രവേശിക്കുക, മക്കളുടെ ഉള്ളിൽ പ്രവേശിക്കുക, ഇതൊക്കെ മതിയെന്നാണ്. അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തടസ്സം ഉണ്ടാക്കും, പ്രതിബന്ധം ഉണ്ടാക്കും. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇയാൾ അതൊക്കെ കടന്നുപോയാൽ, സർവാത്മഭാവ ഇയാൾക്ക് ഉണ്ടായാൽ, യഹ്കശ്ചിത് സ സുരേന്ദ്രവന്ദിതപദ, ദേവന്മാരൊക്കെ വന്നു വന്ദിച്ച് എന്തു വേണമെങ്കിലും ചെയ്തു കൊടുത്ത് തം പാലയതി ദേവാഹ. വാസിഷ്ഠം പറയണത് ദേവന്മാരെ അയാൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് കൂടെ നിന്ന് എല്ലാം നോക്കിക്കൊള്ളുന്നതാണ്. യഹ്കശ്ചിത് സ സുരേന്ദ്രവന്ദിതപദ, സുരേന്ദ്രനായ ദേവേന്ദ്രനാൽ വന്ദിക്കപ്പെട്ട ചരണങ്ങളോടുകൂടിയ ആ ബ്രഹ്മവിത്തുണ്ടല്ലോ, യഹ്കശ്ചിത്, ആര് വേണമെങ്കിലാവട്ടെ. യഹ്കശ്ചിത് എന്നുള്ളത് ചണ്ടാളോസ്തു സതുദ്വിജോസ്തു എന്ന് പറഞ്ഞതോടുകൂടെ അന്വയിച്ചോളാം. ആരാണെങ്കിലും അതെ, ഈ ജ്ഞാനം ഉണ്ടായവൻ, സാക്ഷാത്കാരമുണ്ടായവൻ, ഗുരുഹു ഇതി ഏഷാ മനീഷ, നൂനം മനീഷ മമ, എന്റെ നിശ്ചയമായ അറിവാണ്, തീരുമാനമാണ്, ഇത് അറിഞ്ഞുകൊള്ളുക. ഇങ്ങനെ ഈ 5 ശ്ലോകങ്ങൾ, മനീഷാ പഞ്ചകം എന്ന ഈ 5 ശ്ലോകങ്ങൾ കൊണ്ട് ഭഗവത്പാദർ നമുക്ക് ഗുരു ആരാണ്, ഗുരുവിന്റെ ലക്ഷണം എന്താണ് എന്നാണ് പറഞ്ഞത്. അത് പറയുന്നതോടൊപ്പം തന്നെ വേദാന്ത മഹാവാക്യ വിചാരവും നടന്നു. വേദാന്താർത്ഥ വിചാരേണ ജായത്തെ ജ്ഞാനം ഉത്തമം, തേന ആത്യന്തിക സംസാര
ദുഃഖനാശോ ഭവതി അനു. വേദാന്താർത്ഥ വിചാരേണ, വേദാന്താർത്ഥത്തിനെ അനുസന്ധാനം ചെയ്യുന്നത് കൊണ്ട് ഉത്തമമായ ജ്ഞാനം, തെളിവായ അറിവ്, ഉള്ളില് പ്രത്യഭിജ്ഞ, സാക്ഷാത്കാരം ഉണ്ടാവും. ആ അറിവോടുകൂടെ തന്നെ വെളിച്ചം വരുമ്പോ ഇരുട്ട് പോണ പോലെ ദുഃഖത്തിന്റെ അറുതിയും ഉണ്ടാവുന്ന, ദുഃഖനാശവും ഉണ്ടാവും, സ്വരൂപപ്രാപ്തി ഉണ്ടാവും. ദുഃഖനാശോ ഭവതി അനു. കൂടെ തുടർന്ന് ദുഃഖത്തിന് ഒരു നിവൃത്തി, ദുഃഖത്തിൽ നിന്നും ഒരു വിമോചനം ഉണ്ടാവും. ദുഃഖമൊക്കെ തന്നെ ഉപാധിയിലാണ്, ലോകത്തിലാണ്. സ്വരൂപത്തില് ദുഃഖത്തിന്റെ അത്യന്താഭാവത്തിനെ തത്വവിത്ത് അറിയും. അത്രേ ഉള്ളൂ. അല്ലാതെ ദുഃഖത്തിന് ഇല്ലാതാക്കലല്ല. വാസ്തവത്തില് എന്നിൽ, സ്വരൂപത്തിൽ, ആത്മാവിൽ ദുഃഖമില്ല. അല്ലാതെ എന്തു മാറ്റാൻ പറ്റും പറയൂ? ലോകം മാറ്റാൻ പറ്റുമോ? അല്ല, ശരീരം മാറ്റാൻ പറ്റുമോ? നിങ്ങൾ മഹാത്മാക്കളുടെ ജീവിതം നോക്കിയാൽ തന്നെ അവർക്കും സൂക്കേട് വരുന്നുണ്ട്, രോഗം വരുന്നുണ്ട്, ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്, ഇല്ലേ? അപ്പൊ അവരെന്തു മാറ്റി എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഒന്ന് വിചാരം ചെയ്ത് നോക്കണം. അപ്പോ പുറമേക്ക് ദുഃഖം മാറ്റിയോ? പുറമേക്ക് ദുഃഖമൊന്നും മാറിയില്ല, ശരീരത്തിന്റെ വിഷമമൊന്നും മാറിയില്ല, പ്രകൃതിയുടെ സ്വഭാവമൊന്നും മാറിയില്ല. പിന്നെ എന്ത് വിശേഷമാണ് ഉണ്ടായത്? അറിഞ്ഞു, ആത്മാവില്, സ്വരൂപത്തില് ദുഃഖമില്ല. അത് നിത്യ നിരന്തരം ഏകരസസ്വരൂപമാണ്. ആ വസ്തുവിനെ ഏതോ വിധത്തിൽ സാക്ഷാത്കരിച്ചു. അത് നിധിധ്യാസകന്റെ സ്വസംവേദ്യമായ ചമത്കാരമാണ്. ഉള്ളില് തനിക്ക് തന്നെ മാത്രം അറിയണ കാര്യമാണ്. മറ്റുള്ളവർക്ക് ഊഹിക്കാത്രേ ഉള്ളൂ. മറ്റുള്ളവർക്ക് ഇയാളില് ഈ കാര്യം നടന്നിരിക്കണം, സാക്ഷാത്കാരം നടന്നിരിക്കണം, എങ്ങനെയോ ഇയാള് എന്തോ ഒരു അറിഞ്ഞിരിക്കണം എന്ന് ഊഹിക്കാമത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ തത്വവിത്തിന്റെ സ്വയം സ്വത്താണത്. അത് എങ്ങനെയോ അറിഞ്ഞു. അല്ലാതെ പുറമേക്ക് നോക്കിയാൽ നമുക്ക് മഹാത്മാക്കളുടെ അടുത്ത് പോലും വിശേഷമൊന്നും, രാമകൃഷ്ണാദികളിൽ പോലും വിശേഷമൊന്നും കാണാനില്ല, അല്ലെ? അപ്പൊ രാമാവതാരത്തിലിപ്പോ ഭഗവാൻ കരഞ്ഞ് നിലവിളിക്കുന്നത് കാണുമ്പോ നമ്മൾ വേണ്ടില്ല എന്ന് തോന്നും. രാമായണത്തിൽ സീതയെ പിരിഞ്ഞ് മദ്വിധോ ദുഷ്കൃത കർമ്മകാരി മന്യേ ദ്വിതീയോസ്തി വസുന്ധരായാം ശോകാനുശോകോ ഹി പരമ്പരായാം മാമേതി ഭിന്ദൻ ഹൃദയം മനസ്സ്. രാമൻ പറഞ്ഞ ശ്ലോക. ഈ ശ്ലോകത്തിന്റെ അർത്ഥം എടുത്തു നോക്കിയാലേ അയ്യോ പാവം, മഹാകഷ്ടം, ദുരിതം ജീവിതം, എന്തിനാ അവതരിച്ചതെന്ന് തോന്നും. എന്താ പറയണെന്ന് വെച്ചാൽ എന്നെ പോലെ ഒരു ദുഷ്കർമ്മം ചെയ്ത ആള് വേറെ ആരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്നാണ്. മദ്വിധോ ദുഷ്കൃത കർമ്മകാരി മന്യേ ദ്വിതീയോസ്തി വസുന്ധരായ. എന്താപ്പൊ പറ്റിയെന്ന് വെച്ചാൽ ശോകാനുശോകോ ഹി പരമ്പരായാം. ഒരു ശോകം കഴിഞ്ഞാൽ ഒരു ശോകം. രാജ്യം നഷ്ട, വനേവാസ, സീതാ നഷ്ട, മൃതോദ്വിജ, ഈദൃശീയം മമ അലക്ഷ്മി ദഹേദപിച്ച ഭാവകം. ഈ ജടായുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, രാജ്യം പോയി, ശരി പോട്ടെ, കാട്ടിലെങ്കിലും സുഖമായിട്ട് താമസിച്ച, വനേവാസ, ശരി പോട്ടെ, വനത്തിലും സുഖമായിട്ട് ഇരിക്കാമല്ലോ, സീതാ നഷ്ട, സീതയെ കാണാനില്ല, ആരെടുത്ത് പോയി കാട്ടിൽ ചോദിക്കാൻ വയ്യ, മൃതോ ദ്വിജ, ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഈ പക്ഷി, പാവം വന്ന സമയത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ദശരഥന്റെ മിത്രമാണ്, നിങ്ങളെയൊക്കെ ശ്രദ്ധിച്ചോളാം, നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വേണ്ടി ആ രാവണന്റെ അടുത്ത് യുദ്ധം ചെയ്ത് ചിറകൊക്കെ മുറിഞ്ഞുപോയി ചാകാനായിട്ട്, പറഞ്ഞിട്ട് ചാകാനായിട്ട് കാത്തുകൊണ്ട് കിടക്കുകയാണ്. ഇതിനേക്കാളും വലിയ ദുഃഖമൊന്നും ഇപ്പൊ വരാനില്ല. സീതാ നഷ്ട മൃതോ ദ്വിജ ഈദൃശീയം മമ അലക്ഷ്മീഹീനം. എന്റെ അനൈശ്വര്യം, എന്റെ ദുഃഖം, ദഹേദപിച്ച പാവകം, ഞാനിപ്പോ തീയിലെടുത്ത് ചാടിയ തീ ദഹിച്ചു പോകുന്നതാണ്. ഇപ്പൊ നിങ്ങൾ രാമൻ ആനന്ദം എന്ന് പറയോ, രാമ അവതാര പുരുഷൻ വിടൂ, വാസിഷ്ഠം അല്ലെ, വസിഷ്ഠൻ വേദാന്തമൊക്കെ ഉപദേശിച്ചു, രാമൻ തത്വവിത്താണെന്ന് പറഞ്ഞു, ജ്ഞാനിയാണെന്ന് പറഞ്ഞു, ജീവൻ മുക്തനാണെന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയണ്ട. അപ്പോ നമ്മൾ ചോദിച്ച രാമൻ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ വയ്യ. അതായത് പ്രകൃതിയിലൊന്നും മാറിയില്ല അല്ലേ. ഇപ്പൊ രാമകൃഷ്ണ പരമഹംസർക്ക് ക്യാൻസർ വന്നു, രമണ മഹർഷിക്ക് സാർക്കോമ ക്യാൻസർ. മഹാത്മാക്കളുടെ ജീവിതം പുറമേക്ക് ഒന്ന് ചിന്തിക്കണം, മോഹിച്ചു പോകരുത്. പലപ്പോഴും നമുക്കൊരു മോഹം വന്നു പോകും, അവർക്കൊന്നും ആവില്ല, അവരെങ്ങനെ പോയി ആകാശത്തിൽ പോയി എന്നൊന്നും വിചാരിക്കാൻ പാടില്ല. എന്താന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ആടിപ്പോയി കളയും, നമ്മൾക്കൊന്നും പറ്റണില്ലല്ലോ. അപ്പോഴാണ് അവര് നമ്മളെക്കാളും കൂടുതൽ ബുദ്ധിമുട്ടിയത് കാണുക. നമ്മള്
നമ്മളെക്കാളും വിഷമിച്ച സിറ്റുവേഷൻസ് ഒക്കെ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെന്ന് കാണുമ്പോഴാണ് നമുക്ക് ഒരു വശത്ത് തോന്നും നമ്മൾ വേണ്ടില്ല എന്ന് തോന്നും, വേറൊരു വശത്ത് തോന്നും ഇതിന്റെ നടുക്ക് വേണം. ഇതൊക്കെ ഉള്ളപ്പോഴും രാമൻ രാമൻ തന്നെയാണ്. ഉപാധി എന്ത് വേണമെങ്കിൽ ആവട്ടെ. സിനിമയിൽ ഇപ്പോൾ ഒരാൾ നടിക്കുമ്പോൾ അയാൾക്ക് ശോകമുണ്ടോ? അത് ഒരു ദൃഷ്ടാന്തം പറയാണ് അല്ലേ. ചിലരൊക്കെ പഴയ കാലത്ത് ഒരുപാട് ട്രാജഡി സിനിമ വരും, മലയാളം മുഴുവൻ കരച്ചിലാണ് എല്ലാവരും. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനാ ഇപ്പൊ ഈ സിനിമയൊക്കെ കാണാൻ പോണമെന്ന് തോന്നും. അവിടെ പോവും കരഞ്ഞുകൊണ്ടേ വരും. എന്താന്ന് വെച്ചാൽ വല്ലാത്ത എല്ലാത്തിലും ഈ നായകൻ നായികയൊക്കെ ചത്തുപോകും, മരിച്ചു. ഇതിനു വേണ്ടിയിട്ട് എന്തിനാ പോണത്? അത് ചിലർക്ക് രസാ, അത് വാസ്തവമല്ലല്ലോ. അപ്പൊ വാസ്തവമല്ലാത്തതുകൊണ്ടാണ് രസം, ശോകം. അപ്പൊ ഈ ശോകം ഒക്കെ പ്രകൃതിയിലുണ്ട്. ഇതൊക്കെ വരണു പോകുന്നു. ഇതിനൊക്കെ പുറകിലുള്ള തത്വം നിശ്ചയം വന്ന ആള് നല്ലവണ്ണം അറിഞ്ഞോളണം. ബാഹ്യമായി പ്രകൃതിയെ മാറ്റാൻ പറ്റില്ല, ഉപാധിയെ മാറ്റാൻ പറ്റില്ല, ഒന്നും മാറ്റാൻ പറ്റില്ല. പക്ഷേ എവിടെയാ ലാഭം എന്ന് വെച്ചാൽ എന്തോ ഒരു അലൗകികമായ മണ്ഡലത്തില് ഒരു പൂർണ്ണത്വം സാക്ഷാത്കരിക്കപ്പെടുന്നു. അതാണ് ഞാൻ എന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരു റിയലൈസേഷൻ ഉള്ളിൽ വന്നു. അത് അറിഞ്ഞ ആള് തൃപ്തനായി. പിന്നെ അയാളുടെ പ്രകൃതിയിലുള്ള നാടകം അതുപോലെ ചലിക്കും, ഏതു വിധത്തിൽ വേണമെങ്കിൽ ചലിക്കും. ഒരു ദൃഷ്ടാന്തം പറയണത് പല്ലി ഉണ്ടല്ലോ, ഗൗളി. നിങ്ങൾ ഗൗളി എന്ന് പറയോ പല്ലി എന്ന് പറയോ? പല്ലി. ആ പല്ലി ചിലപ്പോ ഇങ്ങനെ പോകുമ്പോ അതിന്റെ വാല് മുറിഞ്ഞാല് കണ്ടിട്ടോ, വാല് മുറിഞ്ഞ ആ വാല് കിടന്ന് പിടയ്ക്കും അല്ലേ. ആ വാല് പിടയ്ക്കണത് പല്ലി തിരിഞ്ഞു നിന്ന് നോക്കണുണ്ടാവും, കണ്ടിട്ടുണ്ടോ? ആ വാലിങ്ങനെ കിടന്ന് പിടയ്ക്കണത് പല്ലി തിരിഞ്ഞു നിന്ന് നോക്കും. ഇതുപോലെയാണ് തത്വവിത്തും അയാളുടെ ശരീരം കാണിക്കുന്ന ചേഷ്ടകളും അതിന്റെ പ്രാരബ്ധത്തിനെയൊക്കെ താനും കണ്ടുകൊണ്ടിരിക്കും. പശ്യതി അന്യശരീരവത് എന്നാണ്, മറ്റുള്ളവന്റെ ശരീരത്തിന്. ഇതിപ്പോ ഒരാൾക്ക് ചുമ്മാ അവരുടെ വീക്ക്നെസ് ന്യായീകരിക്കാൻ വേണ്ടി പറയാം, പക്ഷെ അങ്ങനെയൊന്നും അറിയാൻ പറ്റില്ല. നമുക്ക് ജ്ഞാനിയെ അറിയണത് എങ്ങനെയാ? ജ്ഞാനിയുടെ സാന്നിധ്യത്തില് നമുക്ക് യോഗമുള്ളപ്പോ എങ്ങനെയെങ്കിലുമൊക്കെ മനസ്സിലാക്കും. അത് ആ ആത്മശക്തി കൊണ്ട് തന്നെ, ആ കൃപാശക്തി കൊണ്ട് തന്നെ നമ്മളും ഒരു തത്വവിത്തിനെ ഊഹിച്ചറിയുന്നു വെച്ചോടാ. മഹർഷിയോട് ചോദിച്ചു, എങ്ങനെ അറിയും? ശാന്തി കൊണ്ടറിയാമോ? സാന്നിധ്യത്തിലുണ്ടാകുന്ന ശാന്തി, ഒരു സമാധാനം, എന്തോ ഒരു അലൗകികമായ ഒരു തൃപ്തി. ആ തൃപ്തി കൊണ്ട് നമ്മൾ ഒരു തത്വവേത്താവിനെ, ഒരു ബ്രഹ്മവിത്തിനെ അറിയുന്നു. അത്രയും, അതിൽ കൂടുതലൊന്നും പറയാൻ ഒക്കില്ല. ഇതേപോലെ തന്നെ ഈ വേദാന്തമൊക്കെ വിചാരിച്ച് അറിഞ്ഞാൽ വരുന്ന തൃപ്തിയും റിലീസും നിർവൃത്തിയും അങ്ങനെയാണ്. അവിടെ നമ്മുടെ ഉള്ളില് ശാന്തമായി, ആ ശാന്തം ശാന്തി ദൃഢമാവാൻ, പൂർണ്ണമാവാൻ, രാമനെ പോലെയൊന്നും അല്ലാതെ പുറമേക്കും കുറെയൊക്കെ ശാന്തി വേണം, പുറമേക്കൊക്കെ വേണം നിശ്ചയിക്കുമ്പോഴാണ് സന്യാസം വരണം. അപ്പൊ തീരുമാനിച്ചു ഈ നോൺസെൻസിനൊന്നും ഞാനില്ല എന്ന് പറഞ്ഞ് ചിലർക്ക് ഈശ്വര വിഭൂതി എന്ത് ചെയ്യും? ഈ കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ, അവിദ്യാമയമായ വിഷയങ്ങളൊക്കെ അങ്ങോട്ട് ഉപേക്ഷിച്ചു കളയും. അപ്പൊ എന്താ? അതാണ് ശങ്കരാചാര്യർ പറഞ്ഞത്, അങ്ങനെയുള്ള ഒരു ഗുരുവായിട്ടിരിക്കുമ്പോ കൂടുതൽ ലാഭമാണ്. ശ്രോത്രിയ അവ്രജിന അകാമഹത ബ്രഹ്മവിത്തമ ബ്രഹ്മണി ഉപരത. ബ്രഹ്മവിത്തമൻ മാത്രമല്ല, സദാ അയാള് ബ്രഹ്മനിഷ്ഠനാണ്. നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാവില്ല അല്ലേ? ഇപ്പൊ മഹർഷിയെ പോലെ ശങ്കരാചാര്യ, എത്രയോ മഹാത്മാക്കൾ വന്നവര് കാണുന്നവർക്ക് സംശയമില്ല. എന്നാൽ പുറമേക്കും ആ ത്യാഗം, വൈരാഗ്യം, ബ്രഹ്മനിഷ്ഠ ഒക്കെ കാണുമ്പോ സാധകന് ഉപയോഗമായി. ബ്രഹ്മവിത്തമ ബ്രഹ്മണി ഉപരത ശാന്ത സദാ സമാഹിതചിത്ത നിരിന്ധനൈവാനല. ഇന്ധനം പോയ അഗ്നി പോലെ അടങ്ങിയെന്നാണ്. അഹൈതുക ദയാസിന്ധു. എല്ലാത്തിനും മേലെ ആശ്രയിക്കുന്ന ശിഷ്യന്റെ അടുത്ത് ഒരു പ്രതിഫലേച്ഛയും കൂടാതെ ഉള്ള കരുണ, വഴി കാണിക്കാനും അയാളെ പിടിച്ചു കരയേറ്റാനും. വസന്തവത് ലോകഹിതം ചലന്ത തീർണാസ്വയം ഭീമഭവാർണമം ജനാൻ അഹേതുനാന്യാനപി താരയന്ത എന്നുള്ള ആ വിധത്തിലുള്ള അഹൈതുക ദയാസിന്ധു, ബന്ധു, ഏറ്റവും നല്ല ബന്ധു. ആർക്കാ? ആനമതാം സദാം, ശരണാഗതി ചെയ്ത് സജ്ജനങ്ങൾക്ക് നല്ല ബന്ധു. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ആചാര്യം, ഒരു ഗുരു, അങ്ങനെയൊക്കെ ഉള്ള ആള്
ആണ് ഇതില് 5 ശ്ലോകങ്ങൾ കൊണ്ട് ആചാര്യസ്വാമി പറഞ്ഞ് അവസാനിക്കുമ്പോ യഹ് കശ്ചിത് സസുരേന്ദ്രവന്ദിതപദോ, ഈ ലക്ഷണമൊക്കെയുള്ളവൻ ആര് വേണമെങ്കിൽ ആവട്ടെ, സസുരേന്ദ്രവന്ദിതപദ, ദേവേന്ദ്രനാലും വന്ദിതചരണനായിട്ടുള്ള ആ ബ്രഹ്മനിഷ്ഠൻ ഗുരുഹു ഇതി ഏഷാ മനീഷാ മമ, അവൻ ഗുരുവാണ് എന്ന് എന്റെ നിശ്ചയ അഭിപ്രായമാണ്. ഇതൊക്കെ ഇങ്ങനെ ഓർത്തുള്ള ഇങ്ങനെ പലതും ചേർന്നു വേണം നമ്മളുടെ ഉള്ളിലും ആ ശാന്തി, തൃപ്തി, സമാധാനം ഉണ്ടാവാനായിട്ട്. ആസുപ്തേഹേ ആമൃതേഹേ കാലം നയേത് വേദാന്ത ചിന്തയാണ്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉറങ്ങണ വരെ, അങ്ങനെ മരിക്കണ വരെ വേദാന്ത വിചാരം ചെയ്തുകൊണ്ടേ ഇരുന്നുകൊള്ള. അതാണ് ഒരു ഉത്തമ സാധകന്, ജിജ്ഞാസുവിനുള്ള ഒരു സന്ദേശം, ഉപദേശം വേദാന്തത്തിന്റെ. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.